ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 15-ാം ദിവസം കിഷ്കിന്ധ കാണ്ഡം, ഹനുമൽ സംഗമം. അതായത് ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ ഇങ്ങനെ ശബരിക്കൊക്കെ മോക്ഷമൊക്കെ കൊടുത്തിട്ട് കറങ്ങി വന്നു. സീത അന്വേഷിച്ച് നടക്കുമ്പോൾ ഹനുമൽ സംഗമം നടക്കണം. അവിടെ ശബരി പറഞ്ഞതനുസരിച്ച് ശബരി സമാധിയായി പോയല്ലോ ഭഗവാനെ കണ്ടിട്ട്. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ഇതൊക്കെ വന്നു ചേരും, വേണ്ടുന്ന വഴികളെല്ലാം കിട്ടും എന്ന് പറഞ്ഞതനുസരിച്ച് ഹനുമാനെ കാണുന്ന ഒരു സമയമാണ്. നമുക്കത് വായിക്കാം. ഭഗവാനെ ശ്രീരാമ. അധ്യാത്മരാമായണം എളിപ്പാട്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹനുമൽ സംഗമം എന്നുവെച്ചാൽ മാരുതിയുടെ പുത്രനാണ് ഹനുമാൻ. വായുപുത്രൻ. മാരുതി വായു, കാറ്റ്. വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ. ശാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ. കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യ തനയൻ അവരജൻ തന്നോടും പമ്പാസരസ്തടം ലോക മനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ട് അരുളേടിനാൻ. കോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. പമ്പാസരസിൻ്റെ അവിടെ കോശമാത്രം, അത് ഒരു വെളിപ്പാട് മതം. ഒന്ന് വിളിച്ചാൽ ഇവിടം വരെ കേൾക്കാം, അത്ര അകലെ വരെ. വിശാലം വിഷാദാമൃതം, വിശദാമൃതം ക്ലേശവിനാശനം, വിഷമമില്ലാത്തത്. ജന്തുപൂർണ്ണസ്ഥലം, എല്ലാ ജന്തുക്കളും അവിടെ ഉണ്ട്, പൂർണ്ണമാണ്. ഉൽഫുല്ല പത്മ കൽഹാര കുമുദം നീലോൽപല മണ്ഡിതം ഹംസ കാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട അഷ്ടി സർപ്പ സിംഹ വ്യാഘ്ര സൂകര സേവിതം. എല്ലാ അതായത് അതായത് കുളക്കോഴി, നീർക്കോഴി, അതൊക്കെ. അത് മാത്രമല്ല ഹംസം, ഷഡ്പദം, കോകിലം, കുക്കുടയൊക്കെ എല്ലാം ഉണ്ട്. അങ്ങനെ സർപ്പമുണ്ട്, വ്യാഘ്രമുണ്ട്, സിംഹമുണ്ട്, സൂകരൻ സേവിതം. പുഷ്പലതാ പരിവേഷ്ടിത പാദപസൽപ
സൽഫലസേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നേടിനാർ. ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ടിട്ട് ജലമൊക്കെ കുടിച്ചിട്ട് അവിടെ നടക്കുക. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും. കാലേ വസന്തേ സുശീതളേ, ഇങ്ങനെയുള്ള നല്ല നല്ല അന്തരീക്ഷങ്ങളെല്ലാം ആണ് നല്ല ശീതളമാകുന്നു. ഈ കാലം നല്ല വസന്തമാകുന്നു. ഭൂതലേ, ഈ ഭൂതലം ഭൂലോക ബാലന്മാരിരുവരും, അതായത് ലക്ഷ്മണനും ശ്രീരാമനും ഇരുവരും. ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്ന് നടന്നടുക്കും വിധവും ഭീതനായി വന്നു ദിനകരപുത്രനും. ഇവരെ കണ്ടപ്പോൾ ദിനകരനാരാ? സൂര്യൻ. പുത്രനാരാ? സുഗ്രീവൻ. ദിനകരപുത്രൻ വെച്ചാൽ സൂര്യപുത്രൻ സുഗ്രീവൻ. ഇങ്ങനെ ഇവർ സീതാവിരഹമൊക്കെ പറഞ്ഞും കരഞ്ഞുമൊക്കെ ഇങ്ങനെ നടക്കുവാണ്. ആരെങ്കിലും ബോധിപ്പിക്കാനാലും ശ്രീരാമൻ ഇങ്ങനെ അറിയാം, എല്ലാം ഉള്ളിൽ അറിയാവുന്ന പരമാത്മാവല്ലേ. എങ്കിലും നമ്മളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മണനെ ബോധിപ്പിക്കണം, എല്ലാം വേണം. അതുകൊണ്ട് ഇങ്ങനെ സീതയുടെ ദുഃഖമൊക്കെ പേരിങ്ങനെ നടന്നു വന്നപ്പോൾ ആര് കാണുന്നു? ഭീതനായി കണ്ടു സുഗ്രീവൻ. ആരാന്നറിയാൻ വയ്യ. ഇവർ രണ്ടുപേരും മനസ്സിലാകുന്നില്ല. അത് അങ്ങനെ എന്തു വന്നു? അതായത് അദ്ദേഹം ഭയന്നിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ബാലി എന്ന് പറയുന്ന ജ്യേഷ്ഠനെ ഭയന്നിട്ടാണ് അവിടെ താമസിക്കുന്ന ആ ഋഷ്യമുഖത്ത്. സൗണ്ട് വയ്യ, തോനെ പറഞ്ഞാൽ ഇനി മാറിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇവരെ കണ്ടപ്പോൾ ലക്ഷ്മണൻ രാമനെ കണ്ടപ്പോൾ ഇനി ഇദ്ദേഹത്തിനെ കൊല്ലാനാണ് വന്നതാണോ എന്നൊരു ഭീതി സുഗ്രീവനുണ്ടായിട്ട് എന്ത് വന്നു? ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞ് ഉത്തംഗമായ ശൈലാഗ്രമേറിടെ ഞാൻ. ഇവരെ കണ്ടപ്പോൾ ഓടി ഭയന്നിട്ട് അവിടെ 3-4 മന്ത്രിമാരെ കൊണ്ട് ഹനുമാൻ ഉൾപ്പെടെ അവിടെ ചെന്ന് ശൈലാഗ്ര ആ പർവ്വതത്തിന് അഗ്രത്ത് ചെന്നിട്ട് മാരുതിയോട് ഭയേന ചൊല്ലിടിനാൻ ആരീ വരുന്നത് ഇരുവർ സന്നദ്ധരായി. ആരാ ഈ ഇരുവർ വരുന്നത്? നോക്കൂ, സന്നദ്ധരായി വരുന്നു. ഇനി ഇദ്ദേഹത്തെ ഭയം ഉണ്ടാകുന്നത് ഇനി ബാലിക്കവിടെ വരാൻ പറ്റത്തില്ല. അവിടെ ഒരു ശാപം കിട്ടണം, അവിടെ കയറിക്കൂടാ. അതുകൊണ്ടാണ് ബാലിയെ ഭയന്ന് ബാലി ചെല്ലാത്ത സ്ഥലം നോക്കി സുഗ്രീവൻ അവിടെ കഴിയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് ബാലിക്ക് വേറെ ആരും പറഞ്ഞു വിടാം. അങ്ങനെ ബാലി മറ്റാരും പറഞ്ഞു വിട്ടതാണോ ഇദ്ദേഹത്തിനെ സുഗ്രീവനെ കൊല്ലാൻ? അങ്ങനെ ആരാ നോക്കൂ, സന്നദ്ധരായി വരുന്നു. നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്ന് തോന്നും കണ്ടാൽ. ഇവർ നേരെ ഇങ്ങനെ ധരിച്ചു വരുന്നു. ഇവരെ കണ്ടാലോ ധീരന്മാരാണെന്ന് തോന്നും. അത്രമാത്രം കാണുമ്പോൾ അങ്ങനെ തോന്നും. അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാൽ ഇന്ന് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. അത് ജ്യേഷ്ഠൻ ബാലി, അഗ്രജൻ. സുഗ്രീവന്റെ ജ്യേഷ്ഠനാണ് അഗ്രജൻ എന്ന് പറയുന്നത്. ഒരാൾ സൂര്യന്റെ പുത്രനും ഒരാൾ ഇന്ദ്രന്റെ പുത്രനാണ്. വൃത്രാരി പുത്രനാണ് ബാലി, ഇന്ദ്രന്റെ. എന്നാൽ സൂര്യൻ മിത്രൻ സൂര്യന്റെ പുത്രനാണ് സുഗ്രീവനും. രണ്ടുപേർക്കും പിതാക്കന്മാർ രണ്ടുപേരാണെങ്കിലും ഒരമ്മ മക്കളായുടെ ഒരു ജ്യേഷ്ഠ അനുജനുമാണ്. അതുകൊണ്ട് എന്നെ നിഗ്രഹിപ്പനായി വരുന്നവരല്ലല്ലേ ആണോ? വിക്രമമുള്ളവർ എത്രയും തേജസ്സ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. ഇവർ എത്രമാത്രം വിക്രമമുള്ളവരെങ്കിലും ഇവർക്ക് തേജസ് ഉണ്ടാൽ ഈ ദിക്കുകളൊക്കെ അത്രമാത്രം പ്രകാശിക്കുന്നു. താപസ വേഷം ധരിച്ചിരിക്കുന്നു. ചാപബാണാസി ശസ്ത്രങ്ങളും ഉണ്ടല്ലോ. ഇവർ താപസന്മാരാണ് വേഷമാണ് ഇട്ടേക്കുന്നത്. ചാപബാണാസികളെല്ലാം ഉണ്ട്. വില്ലമ്പ്, വാള് തുടങ്ങിയ ആയുധങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. നീ ഒരു വിപ്രവേഷം പൂണ്ട് അവരോട് വായുസുതാ ചെന്ന് ചോദിച്ചരണം. അതായത് വായുസുതൻ വെച്ചാൽ ഹനുമാനെ, നീ ഒന്ന് ഒരു വിപ്രന്റെ വേഷം, ബ്രാഹ്മണ വേഷം പൂണ്ട് നീ ചെന്ന് അവരോട് ചെന്ന് മനസ്സിലാക്കൂ ആരാണെന്ന്. വായുസുത ചെന്ന് ചോദിച്ചരണം ഹനുമാനെ, നീ പോയി അതെന്താന്ന് അറിയണം. ആലാപഭാവങ്ങൾ കൊണ്ടവർ, അത് ശ്രീരാമന്റെ ഈ നേത്രങ്ങളൊക്കെ എന്നാണ് ചെല്ലുമ്പോൾ അറിയാമല്ലോ, അവരുടെ ഭാവം കാണുമ്പോൾ അറിയാലോ. കൊല്ലാൻ വന്നാണെങ്കിൽ അങ്ങനെ ഒരു ഭാവം കാണുമല്ലോ. അതുകൊണ്ട് ആ നേത്രാലാപ ഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ. അപ്പം ഹനുമാൻ ചെന്ന് എന്തെങ്കിലും ഇടപെടുമ്പോൾ അവരുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം അവർ ദേഷിച്ച് വന്നതാണോ അതോ സന്തോഷത്തോടെ വന്നതാണോ എന്ന് അറിയാമല്ലോ. അങ്ങനെ ചിത്തം എന്തെന്നറിഞ്ഞാൽ, അവരുടെ മനസ്സിലിപ്പോൾ എന്തെന്നറിഞ്ഞാൽ വിരവിൽ പെട്ടെന്ന് നീ ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചിടും നമ്മോട്. അതായത് എന്തെങ്കിലും വിഷമമുള്ള കാരണമെങ്കിൽ എന്തെങ്കിലും ഹസ്തം കൊണ്ട് കൈ പൊക്കി എങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു സിഗ്നലാണ്. അങ്ങനെ എന്നിട്ട് ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ, അപ്പോൾ അങ്ങ് ശത്രുക്കളാണെങ്കിൽ നീ കൈയൊക്കെ ഇതിനകത്ത് കാണിച്ചാൽ മതി. ശത്രുക്കളെ മനസ്സിലാകും, സുഗ്രീവൻ ഒളിക്കാമല്ലോ.
അതുകൊണ്ട് അങ്ങനെ സിഗ്നൽ കാണിക്കണം. ശത്രുക്കൾ എങ്കിൽ ശത്രുക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദ മന്ദസ്മേര സംജയ, അതായത് മുഖപ്രസാദവും പുഞ്ചിരിയും ചേർന്ന് അടയാളത്താൽ സംസാരിക്കുമ്പോൾ അവർ ഇപ്പം ഒരു 2 പേര് വന്ന് അവർക്ക് ദേഷ്യമാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നമുക്ക് പ്രയാസം ഉണ്ടാവും. അവർ സന്തോഷവരാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട്. അപ്പോൾ ആ മുഖം കൊണ്ട് സംസാരിക്കുമ്പോൾ സുഗ്രീവനറിയാം ഹനുമാന്റെ മുഖത്ത് സന്തോഷമാണ്. അപ്പോൾ അത് മിത്രം, അവർ ഒന്നിനും ദോഷത്തിന് വന്നതല്ല, അങ്ങനെ മനസ്സിലാക്കാം. അല്ലാതെ എന്തെങ്കിലും വലിയ കുതിൻ്റെ മണ്ടയിരിക്കുമല്ലേ, ഹനുമാൻ ഇവരോടൊക്കെ വന്നേക്കുമല്ലേ താഴേക്ക് ഇറങ്ങി പർവ്വതത്തിന് മുകളിൽ കയറി ഓടിച്ചെന്ന് സുഗ്രീവൻ ഇവരെ കണ്ട് ഭയന്നിട്ട് അങ്ങനെ ഹനുമാനെ വിപ്രവേശം കെട്ടി ഇങ്ങോട്ട് വിട്ടേക്കുക. ഇതാണ് സിഗ്നൽ, വിടാനായിട്ട് ഉള്ള സിഗ്നൽ കൊടുത്തേക്കുക. ദേഷിച്ചാണെങ്കിൽ എനിക്ക് കൈയെടുത്ത് എന്തെങ്കിലും കാണിക്കണം, അവർ ശത്രുക്കളാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ സന്തോഷത്തിൽ ഇങ്ങനെ കാണിക്കുമ്പം സുഗ്രീവൻ അവിടെ നിന്ന് കാണും മുഖപ്രസാദം ഉണ്ടെന്ന്. അങ്ങനെ മിത്രം എന്നുള്ളത് എന്നോട് ചൊല്ലണം, അങ്ങനെയാണ് പറയുന്നത്. ഇത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയിക്കണം ആക്ഷൻ കൊണ്ട്. പിന്നെ കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ, അതായത് കർമ്മസാക്ഷി ആരാ? നമ്മളെല്ലാം ഇപ്പം ഞാൻ ഈ കർമ്മം ചെയ്യുന്നതൊരു കർമ്മമാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സാക്ഷിയായിട്ട് ആരാ ഉള്ളതെന്നറിയാമോ? പ്രകാശം, സൂര്യൻ്റെ വെട്ടം. അതാണ് കർമ്മസാക്ഷി എന്ന് വെച്ചാൽ സൂര്യനാണ്. നമ്മൾ ആരെന്ത് ചെയ്താലും ഭഗവാനെ നമുക്ക് ഒളിക്കാൻ പറ്റത്തില്ല. നമ്മൾ പകലാണല്ലോ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഭഗവാന്റെ സാക്ഷ്യമുണ്ട് ഇവിടെ, പ്രകാശമുണ്ട്, അത് സൂര്യനാണ്. അപ്പോൾ ഭഗവാന്റെ ആണ് സാക്ഷി. അപ്പോൾ എന്തുകൊണ്ട് കർമ്മസാക്ഷി സുതൻ, സുഗ്രീവൻ. അപ്പോൾ സൂര്യൻ്റെ പുത്രന് കർമ്മസാക്ഷി എന്ന് പറഞ്ഞാൽ ഞാനത് ഊഹിച്ച് പറയുന്നത്, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയാവുള്ളൂ. അപ്പോൾ സൂര്യപുത്രൻ കർമ്മസാക്ഷി, സുതൻ മകൻ, അപ്പോൾ സുഗ്രീവൻ. വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ആലംബ്യ സാധനം. അങ്ങനെ ഹനുമാൻ ബ്രഹ്മചാരിയുടെ വേഷം പൂണ്ട് അഞ്ജസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം. അങ്ങനെ സന്തോഷമായിട്ട് ഹനുമാൻ ചെന്ന് നമസ്കരിച്ചു. ഹനുമാന്റെ അഞ്ജനാപുത്രൻ, അതായത് ഈ ഹനുമാൻ ചെന്ന് ഭഗവാന്റെ പാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയയിൽ ആഗ്രഹമുണ്ടത് നേരെ പറയണമെന്നോട് സാദരം. നിങ്ങൾ ആരാണ്? അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി, അത്രമാത്രം ശോഭയോട് കൂടിയ നിങ്ങൾ ഇരുവരും ആരാണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഹനുമാൻ പറയാം, പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് പറയുവാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, നേരെ എന്നോട് പറയൂ. ആരോട് പറയുന്നു? ശ്രീരാമനോട് പറയും, നിങ്ങൾ ഇരുവരും ആരാണ്? ഹനുമാൻ ചോദിക്കുന്നത്. സാഷ്ടാംഗം വീണ് തൊഴുതിട്ട് ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുന്ന അർക്ക നിശാകരന്മാരെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് അർക്ക നിശാകരന്മാരാ. രാത്രിയുടെ ആരാ? നാഥൻ ചന്ദ്രൻ. അപ്പോൾ അർക്കനാരാ? സൂര്യൻ. അപ്പം നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരാൾ അർക്കനും ഒരു ചന്ദ്രൻ, അർക്കൻ്റെ ശോഭയാണല്ലോ ചന്ദ്രനും വരുന്നത്. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് ദിക്കുകൾ, അതായത് സ്വന്തം തേജസ്സിനാൽ തന്നെ ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്ക നിശാകരന്മാരാന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ കണ്ടിട്ട്. അങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് പറയാൻ അറിയുള്ളൂ, ആരും തിരിച്ചറിയാം. പക്ഷേ ഇവിടെ ശോഭ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായി പ്രകാശിക്കുന്നവരാണ്, നിങ്ങളെ കണ്ടാൽ അർക്കനും ചന്ദ്രനുമാണെന്ന് തോന്നുന്നു എനിക്ക്, ഹനുമാൻ പറഞ്ഞു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്ന ആലോക്യ ചേതസി പാതി സദൈവമേ. ഹനുമാന്റെ മനസ്സിൽ ഇങ്ങനെ ത്രൈലോക്യ കർത്തൃഭൂതന്മാർ, അത് ത്രൈലോക്യം മൊത്തം കർത്തൃത്വം ചെയ്ത ഭൂതന്മാരാണ് ഭവാന്മാരെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു. ഇതൊക്കെ സ്വന്തമായിട്ട് ഹനുമാൻ തന്നെ ഇവരെ കണ്ടിട്ട് അങ്ങനെ പറയുവാണ്. ഭഗവാന്മാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നു, നിങ്ങൾ സ്വന്തം സൂര്യചന്ദ്രന്മാരാണെന്ന് തോന്നുന്നു. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ എന്തായാലും നിങ്ങൾ അശ്വിനി ദേവകളോ അതല്ലെങ്കിൽ വിശ്വൈക കാരണഭൂതന്മാരോ വിശ്വരൂപന്മാരോ അങ്ങനെയുള്ള ഈശ്വരന്മാരാണ് നിങ്ങൾ എന്ന് കാണുമ്പോൾ തോന്നുന്നു. ഇതെല്ലാം ഭഗവാന്റെ മുഖത്ത്, ശ്രീരാമൻ്റെ ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അത്രമാത്രം ശോഭയും, അങ്ങനെ മനുഷ്യനല്ലെന്നുള്ളൊരു അത്രമാത്രം ഈ ലോകത്തിൽ നാഥന്മാരാണ്, എന്തോ ഉണ്ട് എന്ന് ഹനുമാൻ പറയുന്നു.
നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാര നാശനാർത്ഥം, അതായത് ഭൂഭാര നാശനാർത്ഥം. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ, പ്രധാന പുരുഷന്മാർ മായ കൊണ്ട് ഇവിടെ ആകൃതിയെടുത്ത് സഞ്ചരിക്കുന്നത് ലീലയ ഭൂഭാര നാശനാർത്ഥം, ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ അർത്ഥം പരിപാലനത്തിന് ഭക്താന മഹീതലെ വന്നു രാജന്യ വേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ എന്നൊക്കെ സ്വന്തമായി ഹനുമാൻ പറയുന്നു. കർത്തും ജഗൽസ്ഥിതി ഒത്തിരി പറയുന്നുണ്ട്. ഹനുമാന് എന്തൊക്കെ ഇവരെ കണ്ടിട്ട് എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്ന മൊത്തം ഭഗവാന്മാരെ ഇങ്ങനെ പറയുവാണ്, ലക്ഷ്മണനെ ശ്രീരാമനെ. കർത്തൃം അത് എന്താണെന്ന് വെച്ചാൽ വിനോദ രൂപത്തിൽ ലോകത്തിൻ്റെ സ്ഥിതി സംഹാര സൃഷ്ടികൾ ചെയ്യുന്നതിന് ശ്രമിക്കുന്നവർ എന്നുള്ള രീതിയിൽ ഒരു വിനോദ രൂപത്തിൽ തന്നെ അതും പറയുന്നു. കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതവും ലീലയ നിത്യ സ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിൽ എന്ന് തോന്നുന്നു നിരന്തരം. അങ്ങനെയും പറയും, നിങ്ങൾ നരനാരായൺ മുക്തി തരുന്ന നരനാരായണന്മാരാണോ, നരനും നാരായണനാണോ നിങ്ങൾ രണ്ടുപേരും? അത് നരൻ ലക്ഷ്മണനും നാരായണൻ ശ്രീരാമൻ അങ്ങനെ ഉള്ളവരാണോ? അങ്ങനെ തോന്നുന്നു, ആണോ എന്നല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു നിരന്തരം എപ്പോഴും. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയെല്ലാം ആരാണ് പറയുന്നത്? ഹനുമാൻ. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ തന്നെ ഭഗവാന് മനസ്സിലായത് തനി ഭക്തനാണെന്ന്. ഒരു ഭക്തനല്ലാതെ മറ്റൊരാൾക്ക് ഇങ്ങനെ ഭഗവാനെ പുകഴ്ത്താൻ ആരായാലും. ഇപ്പോൾ ഭഗവാനെന്ന് ഒരു സംശയം പറഞ്ഞതല്ലേ ഉള്ളൂ, തീർത്തറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇത്രയും ശോഭിച്ച് പറയണമെങ്കിൽ അത് ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ കഴിയൂ. അപ്പോൾ ഇത്രയെല്ലാം ഹനുമാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഏത് ഭക്തനാണ്? അപ്പോൾ ശ്രീരാമൻ ഇതെല്ലാം കേട്ടിട്ട് ഈ ഭക്തനെ കണ്ട് പറഞ്ഞു രഘുത്തമൻ. അപ്പോൾ ഭക്തനാണെന്ന് മനസ്സിലായ ഹനുമാൻ. അപ്പോൾ ഭക്തനെ കണ്ട് എന്താ രാഘവൻ പറഞ്ഞ് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് പശ്യസഹേ വടരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. അതായത് ലക്ഷ്മണനോട് പറയും ഇതൊക്കെ കേട്ട്, അതായത് ശാസ്ത്രം മുഴുവൻ ഇവൻ പഠിച്ചിട്ടുണ്ട്. കാരണം അത്ര നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്രേ. നിങ്ങളെ കണ്ടിട്ട് എന്തൊക്കെ നരനാരായണന്മാരാണോ, നിങ്ങൾ അശ്വിനി ദേവകളാണോ, നിങ്ങൾ എന്താണ് നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെയെല്ലാം എനിക്ക് തോന്നുന്നല്ലോ. ഇതെല്ലാം നല്ല നല്ല വാക്കുകളല്ലേ. അതുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. അതായത് നല്ല ശബ്ദശാസ്ത്രം മുഴുവൻ ഇവന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. നന്നായി സംസാരിക്കണമെങ്കിൽ നല്ലതായിട്ട് അതിൻ്റെ വിദ്യ വേണം. അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് ലക്ഷ്മണനോട് ഹനുമാൻ. അങ്ങനെ നല്ല ശാസ്ത്രം, അതായത് ശാസ്ത്രം മനേന ശ്രുതം. ഇല്ലൊരു അപശബ്ദം എങ്ങുമേ വാക്കിങ്കിൽ ഒരു അപശ്രുതികൾ, ഒരു വാക്കിൽ ഒരു പിഴ പോലും വന്നില്ല. അത്രമാത്രം ലയിച്ച് അത്രമാത്രം സന്തോഷമായിട്ടാണ് ഈ വാക്കുകൾ പറഞ്ഞ് വാക്കിയെങ്കിൽ നല്ല വൈയാകരൻ വടു എന്ന് പറഞ്ഞ ഈ ഹനുമാൻ വടു രൂപത്തിലാണല്ലോ വന്നേക്കുന്നത് ബ്രഹ്മചാരിയുടെ. അതുകൊണ്ട് ഇവൻ നല്ല വൈയാകരണൻ. അത്രമാത്രം എങ്ങനെ ചേരണൊക്കെ ചേർത്ത് അതിൻ്റെ എന്തുവാ പറയുന്നത്, കർത്താവും കർമ്മവും ക്രിയ എന്ന് പറയുന്നത് പോലെ സർവ്വതും അതിൻ്റെ വഴി പോലെ തന്നെ സംസാരിച്ചല്ലോ. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു. ആരോടാണ് ഈ പറയുന്നത്? ഹനുമാനോട്. അങ്ങനെയെല്ലാം പറഞ്ഞത് ആരോടാ? ഇത്രയും ഇവൻ്റെ വൈയാകരണമൊക്കെ കണ്ടിട്ട് അത്രമാത്രം ശാസ്ത്രം നന്നായി അഭ്യസിച്ചവന മനനം ചെയ്തവനാണ്. ശാസ്ത്രം പറയാനുള്ള എല്ലാ വാക്ചാതുര്യങ്ങളും പഠിച്ചവനാണ്. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു. വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം. അപ്പോൾ ഭഗവാൻ വാനരശ്രേഷ്ഠനെ ഹനുമാനെ നോക്കി പറയുന്നു, രാമനെന്നുടെ നാമം ദശരഥ ഭൂമി പാലേന്ദ്ര തനയനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. അതായത് ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ ഭൂമി പാലേന്ദ്ര രാജാവിൻ്റെ തനയനാണ്, മകനാണ് ഇവൻ, അത് ലക്ഷ്മണൻ മമ എൻ്റെ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നും ഉണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താത നിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. അത് എൻ്റെ കൂടെ എനിക്കുള്ള ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാനനത്തിൽ തപസ് ചെയ്യാൻ എൻ്റെ പിതാവിൻ്റെ താത്ത നിയോഗിച്ച പിതാവ് പറഞ്ഞതനുസരിച്ചാണ് നിങ്ങൾ തപസ് ചെയ്യാൻ വന്നത്. അങ്ങനെ ചെയ്തോടെ വന്നപ്പോൾ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാള് ആദിചണ്ഡനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ.
കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ തപസ് ചെയ്യാൻ പിതാവിൻ്റെ ആജ്ഞപ്രകാരം വന്നു. പക്ഷേ ഞങ്ങളിനെ ദണ്ഡകാരണ്യെ ഇങ്ങനെ വസിച്ച് നടന്നപ്പോൾ ചണ്ടനായ, അത് ദുഷ്ടനായ രാക്ഷസനായ നിശാചരൻ, അപ്പം രാവണനെ പറയുക, നിശാചരൻ വന്ന് ജാനകിദേവി കട്ടുകൊണ്ട് പോയി. അങ്ങനെ കാനനെ ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞു നടക്കുക, ദേവിയെ ഞങ്ങൾ നോക്കി നോക്കി നടക്കുക, സീതയെ തേടി കണ്ടിയിൽ അവളെ ഒരിടത്തും ഇന്നിഹ, കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ. ഞങ്ങൾ നോക്കിയിട്ട് സീതയെ കണ്ടില്ല, എന്നാൽ ഞങ്ങൾ കണ്ടുകിട്ടി ഈ ഭക്തനെ ഹനുമാനെ, അതുകൊണ്ട് നീ ആരടോ സഖേ. ഞങ്ങൾ കണ്ടുകിട്ടത് താങ്കളെയാണ്, ഹനുമാനെയാണ്. അതുകൊണ്ട് നീ ആരാണ് ഹനുമാനെന്ന് അവർക്ക് അന്നേരം അറിയില്ല. ചൊല്ലിയിടുക എന്നത് കേട്ടത് മാരുതി, അതായത് ഹനുമാൻ അത് കേട്ടപ്പോൾ ചൊല്ലിനാൻ കൂപ്പി തൊഴുതു കുതൂഹല സന്തോഷം. അപ്പം അത്രമാത്രം സന്തോഷമായത്. ദുഷ്ടന്മാരൊന്നും അല്ലല്ലോ, സുഗ്രീവനെ കൊല്ലാൻ വന്ന ആളുകളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് സന്തോഷമായി ഹനുമാൻ പറയുന്നു, മാരുതി ചൊല്ലിനാൻ കൂപ്പി തൊഴുതും കുതൂഹല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സമയത്തിലേക്ക് പോകും പെട്ടെന്ന്. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രിയെ വസിക്കുന്നത് അത്ര രഘുപതേ. അതായത് സന്തോഷത്തോട് പറഞ്ഞു, സുഗ്രീവനാകിയ ഒരു വാനരേന്ദ്രനുണ്ട്, അത് ഇതിൻ്റെ അഗ്രത്തിൽ, ഈ പർവ്വതത്തിൻ്റെ തലപ്പിൽ വസിക്കുന്ന അത്രേ രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. ഞങ്ങൾ 4 പേര് മന്ത്രികളായിട്ടുണ്ട് സുഗ്രീവന്, പിരിയാതെ ഞങ്ങൾ വാഴുകയാണ്. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടാൻ തമ്പിയെ, അത് ഇതിന് ജ്യേഷ്ഠനായ ബാലി കുരങ്ങൻ ഉഗ്രനാണ്, അത്ര ധീരത്വമുള്ളവനാണ്. ഈ തമ്പിയെ, ഈ അനുജനെ ആട്ടി ദൂരെ കളഞ്ഞു സുഗ്രീവനെ. ബാലി അതാണ് പറയുന്നത്. അങ്ങനെ ആട്ടിക്കളഞ്ഞിടാൻ തമ്പി വെച്ചാൽ അനുജനായ സുഗ്രീവനെ ജ്യേഷ്ഠനായ ബാലി ആട്ടിക്കളഞ്ഞു. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചുവിടാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും ഈ ജ്യേഷ്ഠനങ്ങെടുത്തു. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നത് അർക്കാത്മജൻ. അങ്ങനെ ഈ ഋഷ്യമൂകത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ താമസിച്ചും കൊണ്ട് വിശ്വാസമോടിരിക്കുന്നത് അർക്കനാരാ സൂര്യൻ്റെ പുത്രനാരാത്മജൻ, ആത്മജൻ സൂര്യപുത്രൻ. അതൊക്കെ മനസ്സിലാക്കണം. സുഗ്രീവൻ അവിടെ കഴിയുന്നു, അതായത് സൂര്യൻ്റെ പുത്രനാണെന്നാണ് പറയുന്നത്. ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനൻ മഹാമതേ. സൗണ്ട് ഉടനെ അടപ്പ് തുടങ്ങി. മിനിച്ച സുഖമായി വന്നതാ. ഇപ്പം ഇത്രയും സംസാരിച്ചേ ഉള്ളൂ, 20 മിനിറ്റ് പോലും കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ അടപ്പ് വന്നു. അങ്ങനെ ഞാനവൻ്റെ ഭൃത്യനാണ്, ദാസനാണ് സുഗ്രീവൻ്റെ ഹനുമാൻ. വായുതനയൻ, അതായത് മാരുതിപുത്രനാണ്. ഞാൻ സുഗ്രീവൻ്റെ ഭൃത്യനാണ്. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ, ആമയം തീർത്ത് രക്ഷിച്ചുകൊള്ളേണമേ. എൻ്റെ പേര് ഹനുമാനാണ്, എന്നെ രക്ഷിച്ചുകൊള്ളണമേ. സുഗ്രീവനോട് സഖ്യം ഭവാൻ ഉണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. ഭഗവാന് ശ്രീരാമന് സുഗ്രീവനോട് സഖ്യം ചെയ്യാം, അങ്ങനെ ചെയ്യുമെങ്കിൽ ഉണ്ടെങ്കിൽ ഭവാൻ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിഗ്രഹിക്കാം. സീത ഇങ്ങനെ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മനസ്സിലായി സുഗ്രീവനും ഇതുപോലെയുള്ള അവസ്ഥയാണല്ലോ. അതുകൊണ്ട് ഭഗവാന് സഖ്യം ചെയ്യാമെന്ന്, സുഹൃത്താക്കി കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. അതായത് ഈ ശത്രുക്കളെ നിഗ്രഹിക്കാം. സുഗ്രീവന് ബാലിയെ നിഗ്രഹിക്കാൻ ഒക്കണം, സീതയെ കൊണ്ടുപോയ ദുഷ്ടനെയും അപ്പോൾ ഇരുവരെയും നിഗ്രഹിക്കണം. അതാണല്ലോ ആവശ്യം ഇവിടെ. വേല ചെയ്യാം അതിനാവോളം ആശു ഞാൻ, ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. എനിക്ക് വേല ചെയ്യാൻ ഒരു വിഷമവുമില്ല, ആവോളം എനിക്ക് അവിടുത്തെ കൃപ മതി, മറ്റെനിക്കില്ല, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല ദൈവമേ. ഇത്തം ഹനുമാനാണ് പറയുന്നത്. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലം ദയാന്ധയെങ്കിൽ തിരുമനസ് അവിടേക്ക് എഴുന്നള്ളി പോകാം. ഈ ഉൾത്താപം നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം തീരും. ദയാനിധേ, ശ്രീരാമൻ്റെ വിഷമങ്ങളെല്ലാം തീരുന്നു ഹനുമാൻ പറഞ്ഞു. എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട് നിന്ന് തിരുമുമ്പിലാമാറു മാരുതി. അങ്ങനെ ഉണർത്തിച്ചു നിജാകൃതി, അതായത് യഥാർത്ഥ എത്രമാത്രം വലിപ്പം ഉണ്ടാകും അതുപോലെ നിജ ആകൃതി അദ്ദേഹത്തിന്. കാരണം ഇവരെ കുന്നാണ്, മലയാണ്, അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഹനുമാൻ തോളിലേറ്റ് കൊണ്ടുപോകണേ അത്ര ആരോഗ്യം വേണ്ടി. ഇതിപ്പോൾ ചെറുതായിട്ട് വന്നാണ് നമസ്കരിച്ചത് പറഞ്ഞു, നമ്മുടെ അത്രയേ ഉള്ളൂ. ഒരു ശ്രീരാമന് ചേർന്ന രീതിയിലാണ് നിൽക്കുക. പക്ഷേ ഇവർ രണ്ടുപേരും തോളിലേറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ഇത്തിരി വളരണ്ടേ, ഹനുമാൻ വളർന്ന് കാണിക്കണ്ടേ. അതുകൊണ്ട് നിജാകൃതി കൈക്കൊണ്ട് നിന്ന് തിരുമുമ്പിലാമാറ് മാരുതി പറഞ്ഞു, പോക മമ സ്കന്ധമേറിടുവിൻ. നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാൽ, നിങ്ങളുടെ വിഷമം കളഞ്ഞിട്ട് എൻ്റെ തോളിൽ കയറുക. നമുക്ക് പോകാം. മമസ്കന്ധം, എൻ്റെ തോളിൽ ഏറിടുവിൻ. അതായത് മമസ്കന്ധം ഏറിടുവിൻ, നിങ്ങൾ ആകുലഭാവം എല്ലാം കളഞ്ഞാലും. അപ്പോൾ ശബരി തൻ വാക്കുകൾ ഓർത്ത്, അതായത് ശബരി എന്താ ഭഗവാനെ പ്രവർത്തി ഇങ്ങനെ
മാർഗങ്ങൾ വഴിതെളിച്ച് കാണിച്ചു തരും. സീതയെ കാണുന്ന മാർഗങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? എന്നിട്ടല്ലേ സീത ശബരി മോക്ഷത്തിലേക്ക് പോയത്? അത് ഭഗവാൻ എപ്പോഴും ഓർത്ത് ശ്രീരാമൻ ഓർക്കുന്നു. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്ത് കണ്ട് ഉൽപ്പല നേത്രം അനുവാദവും ചെയ്ത എന്നാൽ പോകാം, തോളിൽ കയറി പോകാം. ആരെ കാണാൻ? സുഗ്രീവനെ കാണാൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് സങ്കേതത്തിലേക്ക് ഇവർ കഴിയുന്നിടത്ത്. അങ്ങനെ സുഗ്രീവ സഖ്യാണെങ്കിൽ സുഗ്രീവനായിട്ട് സഖ്യം ചെയ്ത കാര്യമാണ് ഇനി വരുന്നത്. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാ മാറങ്ങെടുത്തു നടന്നതു മാരുതി. അത് മനസ്സിലാവുമല്ലോ. എന്ന് വെച്ചാൽ കഴുത്തിലെത്തോണ്ട് പോയെന്ന്. സുഗ്രീവ സന്നിധം കൊണ്ട് ചെന്നിടിനാൻ വ്യഗ്രം കളക നീ ഭാസ്കര നന്ദന. നിന്റെ അത് ആര് പറയുന്നത്? നീ വിഷമിക്കണ്ട സുഗ്രീവ, നിന്റെ മനസ്സ് വിഷമം കളയും. ഇവർ ആരാ? ദുഷ്ടന്മാരാണോ? അതുകൊണ്ട് നീ അവിടെ പേടിച്ചിരിക്കുക. ഹനുമാൻ പറഞ്ഞു, വ്യഗ്രം കളക നീ ഭാസ്കരനാരാ? സൂര്യൻ്റെ പുത്ര, നീ പിന്നെ വിഷമം കളയൂ. ഭാഗ്യം, അഹോഭാഗ്യം ഓർത്തോളം എത്ര നമുക്ക് ഭാഗ്യമാണ്. അഹോഭാഗ്യം എത്ര ഓർത്തോളം എത്ര ഭാഗ്യമാണ്. കാരണം ആരെയാ കിട്ടിയേക്കുന്നേ? സാക്ഷാൽ പരമാത്മാവിനെ അല്ലയോ? അതുകൊണ്ട് ഭാസ്കര വംശ സമുദ്ഭവന്മാരായ, അതായത് ഇവർ മാർത്താണ്ഡകുലം വെച്ചാൽ സൂര്യകുലത്തിലാണ് ഈ ശ്രീരാമൻ അവതരിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു സൂര്യപുത്രനും കൂടാണ് സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവനും സൂര്യപുത്രനാണ്. എന്നാൽ ആ സൂര്യകുലത്തിലാണ് ഇവിടെ ഭഗവാനും അവതരിച്ചേക്കുന്നത്. അതുകൊണ്ട് ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും ഇവർ മാർത്താണ്ഡകുലത്തിലാണ്, സൂര്യകുലത്തിലാണ്. അതുകൊണ്ട് നിന്റെ വിഷമങ്ങൾ കളയൂ. കാമധാരാർത്ഥം ഇവിടേക്ക് എഴുന്നള്ളി, അതായത് സീതയെ അന്വേഷിച്ച് ഇവിടേക്ക് എഴുന്നള്ളിതാണ്. സുഗ്രീവനോട് ഇവണ്ണം പറഞ്ഞ അദ്രീശ്വര അഗ്രേ മഹാദാരുഷായതലേ. അത് കുന്നിൻ്റെ അഗ്രേ പറഞ്ഞ് അദ്രീശ്വര അഗ്രേ പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ മഹാതരുഛായതലേ, അവിടെ നല്ല വൃക്ഷഛായലിൽ തഥാ വിശ്വക നായകന്മാരാ കുമാരന്മാർ വിശ്രാന്ത തേജസ നിന്നരുളിടിനാൻ. അങ്ങനെ അവിടെ വിശ്രാന്ത നന്നായി അവിടെ ചെന്ന് പറയുന്നു, തേജസ്സോടുകൂടി പറയുന്നു. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ട് നീതിയോട് അർക്കാത്മജനോട് ചൊല്ലിനാൻ. സുഗുരുനോട് പറയുന്നു ഈ ഹനുമാൻ, ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമ ലക്ഷ്മണന്മാരെഴുന്നള്ളിയത് ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വസിച്ചിടുക. ഭക്തപ്രിയനായി അവരുടെ അടുക്ക ചെന്ന് നിൽക്കൂ. അത് നിന്റെ വിഷമങ്ങളുടെ മിത്രഗോത്രേ വന്നു, അതായത് സൂര്യവംശത്തിൽ ജനിച്ച ജാതന്മാർ അവിടെ അവതരിച്ച യോഗേശ്വരന്മാരാണ് ഈ രാമലക്ഷ്മണന്മാർ. അവർ എഴുന്നള്ളിയത് ആരെയും, അവരുടെ എഴുന്നള്ളിയോണ്ട് ഇനി ആരെയും സുഗ്രീവൻ പേടിക്കേണ്ട. അവർ ഭവാനിന് വേഗൻ, അതായത് സുഗ്രീവൻ വേഗം ചെന്ന് അവിടെ കൊണ്ട് ഇറക്കി വെച്ചു, തോളിൽ നിന്ന് ഇറക്കി ശ്രീരാമനെ ലക്ഷ്മണനെ വെച്ചിട്ടാണ് ചെന്ന് സുഗ്രീവനോട് പറയുന്നത്, ഭയക്കണ്ട, ഇവരാരാ? സൂര്യകുലത്തിൽ ജനിച്ചവരാണ്, അവതരിച്ചവരാണ്. അവർ ഭഗവാന്മാരാണ്, അതുകൊണ്ട് പേടിക്കണ്ട. സഖ്യം ചെയ്ത് ഭാഗവതപ്രിയാനി ഭക്തനാവുക, ആ ശ്രീരാമ ഭഗവാന്റെ ഭക്തനായി തീരുക. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കിതെല്ലാം ഉള്ളാൽ എന്ത് വേണം? നമ്മളും ഭാഗവതപ്രിയനാകണം. ഞാൻ എടുത്തെടുത്ത് പറയണ്ടല്ലോ, ഇത് നമുക്ക് പഠിക്കാൻ കൂടാണെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വം ഉദ്ധായ സസംഭ്രമം, സന്തോഷമായി സുഗ്രീവന് പ്രീതിയായി വിഷ്ടവനാഥൻ ഇരുന്ന് അരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ. അവിടെ ഇരിക്കാൻ കസേരയും ചൂടൊന്നും ഇല്ല. അതുകൊണ്ട് പല്ലവജാലങ്ങൾ എന്തൊക്കെയാ? ഇലകളൊക്കെ പൊട്ടിച്ച് അവനിയിൽ ഭൂമിയിൽ ഇട്ടാൻ അത് നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണൻ ഒടിച്ചിട്ട് അത് കണ്ട് സൗമിത്രി സുഗ്രീവനും കുഷ്ഠമോദാൻ ഒടിച്ചിട്ട എല്ലാവരും ശ്രീരാമ ഭഗവാൻ ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ എല്ലാവരും തങ്ങൾ തന്നെ എടുത്ത് ഓടിച്ചൊടിച്ച് അവിടെ ഇട്ടിട്ടങ്ങ് ഇരിപ്പിടം വേണ്ടേ, മണ്ണിച്ച് തിരിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് അവിടെ അങ്ങനെയൊക്കെ വെക്കൂ. അങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇരുത്തി ഇരിപ്പിടത്തിനെല്ലാം അവസരം ഉണ്ടാക്കി. അങ്ങനെ മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ട് അത് കണ്ട് സൗമിത്രിയും സുഗ്രീവനും പുഷ്ടമോദാൻ ഒടിച്ചിട്ടരുളിയിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ. നഷ്ടമായി വന്നത് സന്താപ സംഘവും. അപ്പോൾ സന്താപ സംഘം വെച്ചാൽ സന്താപങ്ങളുടെ കൂട്ടമായിരുന്നു ഇവരിലെല്ലാം. ശ്രീരാമനുമുണ്ട് സന്താപം, പിന്നെ ലക്ഷ്മണനുമുണ്ട് സീതയെ കാണാത്ത ദുഃഖം, പിന്നെയോ ഈ യഥാർത്ഥ ദേവി അവിടുന്ന് മാറി നിൽപ്പുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള രീതിയിലാണല്ലോ ഇപ്പം സീത നിൽക്കുന്നത്, സാധാരണ സ്ത്രീയായിട്ട്. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കേണ്ടെന്നല്ലല്ലോ. പക്ഷേ യഥാർത്ഥ ദേവി വന്യമണ്ഡലത്തിലേക്ക് മറഞ്ഞു നിന്നിട്ട് നമ്മളെപ്പോലെ ഈ ലോക ജീവിതത്തിലുള്ള ഒരു സീതയാണ്. കാരണം ഒരു സാധാരണ സ്ത്രീയാണ്. അങ്ങനെയാണ് അവിടെ മറന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയാലും നഷ്ടമല്ലേ, അതിന് കണ്ടെത്തണ്ടേ? ഭഗവാന്റെ പരമാത്മാവായ സീത മറന്നു നിൽപ്പുണ്ട്, സാധാരണ ഒരു സ്ത്രീയായിട്ട് അവിടെ ഉണ്ട്, അതിനെ കണ്ടെടുക്കണം. അതുകൊണ്ട് ദുഃഖങ്ങൾ ലക്ഷ്മണനാണെങ്കിൽ അറിഞ്ഞും കൂടാ ഈ വിവരം.
പറഞ്ഞിട്ടില്ല. യഥാർത്ഥ ദേവി മറി നിൽക്കുവാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നഷ്ടമായി വന്ന് ഇവിടെല്ലാം ദുഃഖം മാറി സംഘത്തോടുകൂടി, അതായത് എത്രമാത്രം ദുഃഖങ്ങളുണ്ട് രണ്ടുപേർക്കും. സുഗ്രീവനുണ്ട് ഭാര്യയില്ല, ജ്യേഷ്ഠൻ അപഹരിച്ച് വെച്ചേക്കുക, ഒന്നുമില്ല, എല്ലാം സുഗ്രീവൻ്റെ എല്ലാം അയാൾ കൈക്കലാക്കി. അപ്പോൾ മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. അപ്പം എന്താ നഷ്ടമായി വന്ന് സംഘവും മിത്രാത്മജനോട്, മിത്രനാണ് സൂര്യാൻ, അത് സുഗ്രീവനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചു. ഭഗവാന്റെ വൃത്താന്തങ്ങളെല്ലാം ലക്ഷ്മണൻ മുഖാന്തരം സുഗ്രീവനെ അറിയിച്ചു. ധീരനാം ആദിത്യനന്ദനൻ മോദേന, അതായത് സുഗ്രീവൻ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനോട് ആശ ചൊല്ലിയിടന. ഇത് കേട്ടപ്പോൾ ഭഗവാനോട് പറയുന്നു സുഗ്രീവൻ, നാരീമണിയായ ജാനകി ദേവിയെ അറിഞ്ഞു തരുന്നുണ്ട് നിർണയം. സുഗ്രീവൻ പറഞ്ഞു, നാരിമണിയായ സീതയെ നോക്കി തിരഞ്ഞുപിടിച്ച് കൊണ്ടു തരുന്നതുണ്ട്. ശത്രു വിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാൻ തവാജ്ഞാവശാൽ, ഭഗവാന്റെ ആജ്ഞപ്രകാരം മിത്രമായി, അതായത് ഒരു സുഹൃത്തായി വേല ചെയ്യാം. ശത്രു വിനാശത്തിന്, ഈ ശത്രുക്കളെ കൊന്ന് സീതയെ വീണ്ടെടുക്കാനുള്ള എല്ലാ വേലയും ചെയ്ത് ഭഗവാന്റെ ആജ്ഞ കൊണ്ട് ചെയ്തു തരാം. ഭഗവാൻ പറയുമ്പോൾ ഏതുമിതു നിരൂപിച്ച് ഖേദിക്കരുത്, ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തത്. സകുലച്ചെന്നാണ് കുലത്തോടെ, സകുലം രാവണനെ കുലത്തോടെ വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ. സുഗ്രീവൻ പറഞ്ഞു, ഞാനൊരു അവസ്ഥ കണ്ടേൻ ഒരു നാൾ. അത് കാരണം നമ്മൾ മുമ്പ് വായിച്ചു, സീതയെ പോകുമ്പോൾ പകുതി വസ്ത്രത്തിൻ്റെ ഈ ഇതിൻ്റെ എന്തോന്ന് പറയുന്നേ, എന്തോലും കൊള്ളാം, അതിന് കീറി എന്തോ കെട്ടി തറയിട്ടൊടുത്തല്ല, അത് ഇവർ 5 വാനന്മാർ നിൽക്കുന്ന കണ്ടു ഒരു പർവ്വതത്തിന് മുകളിൽ. അപ്പോൾ സീതാദേവി ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടുകൊടുത്ത് എന്തോ ആഭരണങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇവർ കിട്ടിയാരെയും ഇപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാൾ മുമ്പ്, അത് സീത കട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ആണെന്ന് ഇവർക്കറിയില്ല. പക്ഷെ ഇങ്ങനെയെല്ലാം പോയെന്നറിഞ്ഞ് രാവണൻ കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ ഇവരെ ചിന്തിക്കുന്നു, അത് അന്ന് വന്നത് ഇതായിരിക്കും, സംഭവം ഇട്ട് എന്നത് ഇതായിരിക്കും എന്നവർ ഓർത്തുകൊണ്ട്, ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാളത് മാനവവീര തെളിഞ്ഞു കേട്ടിയിടണം. അത് ശ്രീരാമ, അത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ, അതായത് പർവ്വതത്തിൻ്റെ അറ്റത്ത് മുകളിൽ വസിക്കുന്ന കാലം ഒരു ദിനം. അവിടെ കഴിയുമ്പോൾ 4 മന്ത്രിമാരുണ്ട്, സുഗ്രീവനുമുണ്ട്. പുഷ്കര നേത്രയായ ഒരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ. അത് നേരം ആ സുന്ദരി രക്ഷിപ്പതിന് ആരുമില്ലാഞ്ഞ് ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. അത് ഭഗവാന്റെ ഭാര്യ ഭാമിനിയാണ് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അന്ന് രാമരാമേതി എന്നാണ് വിളിച്ചത്. അതും പുഷ്കര മാർഗേണ, ആകാശമാർഗത്തൂടെ കൊണ്ടുപോയതാണ് ഈ പുഷ്കര നേത്രയായൊരു ഈ സുന്ദരിയെ. അപ്പോൾ രാമരാമേതി മുറയിടുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോഴെന്ത് വന്നു, ഭാമിനി തന്നെ അവളെന്നത്തേ വരൂ. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോ ഉത്തമാങ്കെ, അതിൻ്റെ മുകളിൽ തലസ്ഥാനത്ത് ഈ പർവ്വതത്തിന് നമ്മുടെ ഇപ്പം എൻ്റെ ഉത്തമാങ്ക ഇവിടെ അല്ലേ, ഉച്ചയല്ലേ, അതുപോലെ പർവ്വതത്തിൻ്റെ അറ്റത്ത് കണ്ട നേരം പരവശാൽ ഉത്തമയാ അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോ ഉത്തമാങ്കെ കണ്ട നേരം, പർവ്വതത്തിന് മുകളിൽ കണ്ടപ്പോൾ പരവശാൽ ഉത്തരീയം ഈ തോൾമുണ്ട്, അതാണ് ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോ ഉപരി നിക്ഷേപണം ചെയ്താൾ. പർവ്വതത്തിന് മുകളിൽ ഇങ്ങനെ വന്നു വീണു, അവിടേക്ക് നിക്ഷേപിച്ചു എന്ന് വെച്ചാൽ അവിടേക്ക് എറിഞ്ഞു. നിക്ഷേപിച്ചാൽ അവിടെ ഇടുക എന്ന് വെച്ചാൽ അവിടെ കിടക്കണം, അത് നിക്ഷേപിക്കുക. നമ്മൾ ബാങ്കിൽ നിക്ഷേപണം ചെയ്യുന്നത്, പണം നിക്ഷേപിക്കുന്ന പോലെ ഇവരവിടെ കണ്ട് ഈ കുരങ്ങന്മാരെ കണ്ടു. എന്തായാലും മറ്റൊരു ആശ്രയം വേറൊന്നുമില്ല, എന്തും വരട്ടെ എന്ന് കരുതി അവരവിടെ അങ്ങ് ഇട്ടു. അപ്പോൾ ഞാനത് കണ്ടിങ്ങ് എടുത്തു സൂക്ഷിച്ചു വച്ചേൻ. അത് കാണണമെങ്കിലോ കണ്ടാലും ഞാൻ അന്ന് തന്നെ അത് സൂക്ഷിച്ചു വെച്ചു. അത് കാണണമെങ്കിൽ ഞാൻ കാണിക്കാം, കണ്ടാലും. ഇത് സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നതാണ്. ജാനകി ദേവി തന്നെ ആഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞത് എടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അങ്ങനെ ശ്രീരാമന് മുമ്പിൽ കൊണ്ടുവച്ചു. അർണോജൻ നേത്രത്തിന് എടുത്ത് നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. അങ്ങനെ എടുത്തു നോക്കിയാൽ കണ്ണുനീരിങ്ങനെ ഇങ്ങനെ വന്നു. എന്നിട്ട് വിചാരിച്ചു. അപ്പോൾ പറയുന്നു, എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും? സുഗ്രീവനും ഇങ്ങനെ സംഭവിച്ചിരിക്കുക, അപ്പോൾ എൻ്റെ കണക്ക് നിങ്ങളും ആയോ? അപ്പോൾ ഇത് ഇങ്ങനെ പോയത് ആ സീതയായിരുന്നു.
കണ്ണുനീര് വന്നപ്പോൾ മനസ്സിലായി ശ്രീരാമൻ. അപ്പോൾ ഇത് യഥാർത്ഥമാണ്. അപ്പം സുഗ്രീവൻ ചിന്തിച്ചോ, എൻ്റെ ഭാര്യയും എനിക്കും ഇല്ലല്ലോ ഭാര്യ, പിരിഞ്ഞ് എനിക്ക് ദുഃഖം കൊണ്ടിരിക്കുക, ആ ദുഃഖം ഇവർക്കും വന്നോ, എന്നെ കണക്കേ പിരിഞ്ഞതോ നിങ്ങളും തന്വങ്കിയായ വൈദേഹിയോട്. അയ്യോ, അപ്പം സീത ഇങ്ങനെ നിങ്ങൾക്കും ഇങ്ങനെ ആയോ, തന്വങ്കിയായി സുന്ദരിയായ സീതയും അങ്ങനെ ആയോ സീതയെ. അപ്പോൾ രാമൻ പറയുന്നു, സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദലായതലോചനേ രോദനം ചെയ്ത് വിഭൂഷണ സഞ്ജയ ആദിപൂർവം തിരുമാറിൽ അമിഴ്ത്ത്. തിരുമാറിൽ ഇങ്ങനെ അമിഴ്ത്തി ഇങ്ങനെ കരയുക, സാധാരണ പുരുഷന്മാരെ പോലെ. ഇപ്പം നമുക്കൊക്കെ ഈ ലോകചിന്തയിലുള്ള ഒരു പുരുഷൻ എങ്ങനെ കരയുക, അത് ചെയ്യുന്നു. ഭഗവാൻ ഭൂമിയിൽ മനുഷ്യാവതാരല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ അതുണ്ട്, അതിലുള്ളിലുണ്ടെന്തായാലും കുറച്ചൊക്കെ അഭിനയം കാണിക്കണം. ഒരുപാട് കരഞ്ഞില്ലേലും കുറച്ച് കാണിക്കണ്ടേ. അതുകൊണ്ട് സീതയെ ഇന്നെല്ലാം വിളിച്ച് തിരുമാറിലൊക്കെ ഇങ്ങനെ അമിഴ്ത്തിയൊക്കെ പ്രാകൃതന്മാരാ പുരുഷന്മാരെ പോലെ, അതായത് ഈ ലോകചിന്തയിലുള്ള പുരുഷന്മാരെ പോലെ. പ്രാകൃതന്മാരല്ല നമ്മളെല്ലാവരും. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന ഒത്തിരി സമയമായി, ഇനി ഒത്തിരി വായിക്കാൻ കിടക്കുമോ, ഇനി നോക്കുന്നില്ല. അങ്ങനെ ഒക്കെ വായിക്കാൻ പറ്റുന്നുമില്ല. ശോകേന മോഹം കലർന്ന് കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ. ദുഃഖിയായേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായന വൈകാതെ നിഗ്രഹിച്ച അംബുജനേത്രയാ സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരി. അതുകൊണ്ട് പ്രസാദിച്ചാലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. സുഗ്രീവനും പറഞ്ഞാൻ അത് കേട്ടുടൻ വ്യഗ്രിയായി ഏതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ച ആശു നൽകിടുവൻ സീതയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപതേ വിഭോ ഭൂമിപതേ. രാജാവേ ധൈര്യം കൈക്കൊള്ളൂ, നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാം. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ. ലക്ഷ്മണൻ സുഗ്രീവൻ സന്തോഷമായിട്ട് ഇങ്ങനെ പറഞ്ഞെടുത്ത് പ്രസാദിച്ചാലും വിഷമിക്കാതിരിക്കൂ. അങ്ങനെ അവരുടെ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖം ഒട്ടു ചുരുക്കി മരുവിനാൻ അല്പം വിഷമമൊക്കെ കളഞ്ഞിട്ട് കഴിയുന്നു. മർക്കട ശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായ സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും. അവർ അഗ്നിസാക്ഷിയായി അവർ ഒത്തുതീർപ്പെടുക്കുവാണ്. സുഗ്രീവൻ്റെ ഭാര്യയെ വീടെടുക്കാമെന്ന് രാമൻ പറയും, രാമൻ്റെ ഭാര്യയെ വീടെടുത്ത് കൊടുക്കാമെന്ന് സുഗ്രീവൻ. അത് സഖ്യം ചെയ്യണം. അതിന് അഗ്നിസാക്ഷിയായി നമ്മളെല്ലാം ഒരു വിവാഹം അഗ്നിസാക്ഷിയായിട്ടല്ലേ ഒരു വിളക്കെ കത്തിച്ചിട്ടില്ല, അതുപോലെ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്ന് ഉറച്ച ആത്മഖേദവും അവരുടെ ദുഃഖമൊക്കെ കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രയെ മരുവിനാർ. അങ്ങനെ ആ പർവ്വതന അഗ്രത്തന്നെ കഴിഞ്ഞു, ദുഃഖമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ സഖ്യം ചെയ്തു. ബാലിയും താനും പിണക്കമുണ്ടായ അതിന് മൂലമെല്ലാം ഉണർത്തി ചരുളിയിടാൻ. അങ്ങനെ അനിയനും ശേഷമുള്ള പണക്കൊണ്ട കാര്യങ്ങളൊക്കെ അവർ ആ സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ട് മായാവി എന്നൊരു അസുരേശ്വരൻ, ഇതാണ് കാര്യം. ഇവർ സുഗ്രീവൻ എങ്ങനെയാ ഭാര്യ ഇങ്ങനെ പോകാൻ ബാലി സ്വീകരിക്കാനുള്ള കാരണം പറയുക. പണ്ട് മായാവി എന്നൊരു അസുരേശ്വരൻ ഉണ്ടായതു. മയൻ തന്റെ പുത്രനായി, മയൻ എന്ന് പറഞ്ഞ അസുരന്റെ പുത്രനായി. ആരാണ് മയന്റെ പുത്രൻ? മായാവി എന്നൊരു അസുരേശ്വരൻ ഉണ്ടായത് മയന്റെ പുത്രനാണ്. യുദ്ധത്തിന് ആരുമില്ലാഞ്ഞ് ഈ മയന്റെ പുത്രനാണ് ഈ അസുരൻ. അദ്ദേഹം എന്ത് ചെയ്തു? യുദ്ധത്തിന് ആരുമില്ലാഞ്ഞ് മതിച്ച് അവൻ അത് അഹങ്കരിച്ച്, എനിക്ക് എൻ്റെ അടുത്ത് ആരാ യുദ്ധത്തിന് വരാനുള്ളത്, എന്നെ തോൽപ്പിക്കാൻ ആരാ എന്നുള്ള അഹങ്കരിച്ചും കൊണ്ട് മതിച്ച് അവൻ ഉദ്ധതനായി അത്ര അഹങ്കാരത്തോടെ നടന്നിടും ദശാന്തരം ഇവിടെ എല്ലാം എന്നോട് കൈകോർക്കാനൊക്കും യുദ്ധം ചെയ്യാനാവുന്ന പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിച്ച് നടന്നപ്പോൾ കിഷ്കിന്ധയാ പുരിപൊക്ക് വിളിച്ചതു. അതായത് ബാലി കിഷ്കിന്ധയിലെ വിളിച്ചത്. മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ട് അതിക്രുദ്ധനാ ബാലി പുറപ്പെട്ടു ചെന്നുടൻ. അപ്പോൾ ബാലിക്ക് മാത്രമേ ഇത്ര ധൈര്യമുള്ളൂ ഇവനോട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ വിളിച്ചു, ബാലി വിളിച്ചു. അങ്ങനെ യുദ്ധം അവർ തങ്ങളിൽ ചെയ്യാവുന്നു. അങ്ങനെ കേട്ടത് ക്രുദ്ധനാ ബാലി പുറപ്പെട്ടു ചെന്നുടൻ യുദ്ധത്തിനായിട്ട് ഈ അസുരനോട്, മായാവിയായ അസുരനോട്. മുഷ്ടികൾ കൊണ്ട് താടിച്ചതുകൊണ്ട് അത് ദുഷ്ടനാ ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. അപ്പോൾ മുഷ്ടികൾ കൊണ്ട് നന്നായിട്ട് താടിച്ചപ്പം ഈ അസുരൻ ബാലയുടെ ഇടി കൊണ്ട് ഓടി. മാത്രമേ ഉള്ളൂ ആ അസുരന്. വാനര ശ്രേഷ്ഠന് ഓടി എത്തിയിടിനാൻ. എവിടെ? ദുഷ്ടനാം ദൈത്യനും പേടിച്ച് മണ്ടിയപ്പോൾ വാനര ശ്രേഷ്ഠനായി ഈ ഭാര്യ അവിടേക്ക് അവൻ പോയ പുറകെ ഓടി എത്തിയിടാൻ. ഞാനും അതുകൊണ്ട് ചെന്നത് പിന്നാലെ. സുഗ്രീവനും അത് കണ്ടോണ്ട് നിന്ന്, അനിയനല്ലേ, അന്ന് കയറുമൊന്നുമില്ല. അപ്പോൾ വാനര ശ്രേഷ്ഠ ഈ ബാലിയാണ് ശ്രേഷ്ഠൻ, മൂത്തവൻ, സുഗ്രീവന്റെ ജ്യേഷ്ഠൻ. അതുകൊണ്ട് അയാൾ ഈ ഓടിയവൻ്റെ കൂടെയേ ഓടി പിടിച്ചു നിർത്തി അടിക്കാനായിട്ട്. ഒന്ന് ഇട്ടപ്പോഴേ അവൻ ഓടി പേടിച്ച്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ സുഗ്രീവനും കൂടെ ചെന്നു.
അപ്പോൾ ദാനവൻ ചെന്ന് ഗുഹയിൽ ഉൾപ്പുക്ക്. ഈ അസുരനായ മായാവി ഒരു ഗുഹയിൽ ചെന്നങ്ങ് അകപ്പെട്ടു. അവിടെ ഒളിക്കാനായിട്ട് വാനര ശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. അപ്പോൾ ഈ ശ്രേഷ്ഠനായ ബാലി ജ്യേഷ്ഠൻ സുഗ്രീവനോട് പറഞ്ഞു, ഇദ്ദേഹം അങ്ങ് അകത്തോട്ട് കയറുമല്ലോ, യുദ്ധമല്ലേ വിളിച്ചിട്ടല്ലേ ചെന്നത് അടികൂടാൻ. അപ്പോൾ തോക്കുമോ? ഒന്നാമത് പേടിച്ചോടും കൂടെ ഓടുന്നതല്ലയോ. അങ്ങനെ എന്ത് പറഞ്ഞു ശ്രേഷ്ഠൻ ഈ ബാലി സുഗ്രീവനോട്? ഞാൻ അതിൽ പുക്ക് ഇവൻ തന്നെ ഒടുക്കുവൻ. ഞാൻ ആ ഗുഹയിൽ പുക്ക് ചെന്നിട്ട് അവനെ കൊല്ലും, വധിക്കും. അനുജനോട് സുഗ്രീവനോട് പറയും, നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ഈ ഗുഹയുടെ വാതിൽക്ക് നീ നിൽക്കണം. ഗുഹയുടെ ഒരു ദ്വാരമുണ്ട്, വാതിലുണ്ട്, അതിലോട്ട് അകത്തോട്ടങ്ങ് കിടന്നു പോയി അസുരൻ. അപ്പോൾ കൂടെ ചെന്ന് ബാലി. അതുകൊണ്ട് നീ ഈ വാതിൽക്ക് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിലദ്വാരി നിൽക്ക നീ ഭയം കൂടാതെ നിൽക്കണം. ക്ഷീരം വരികിൽ അസുരൻ മരിക്കും. ഈ വാതിൽ കൂടെ ക്ഷീരം ഇങ്ങനെ ഒഴുകി വരുവാണെങ്കിൽ ആര് മരിച്ചെന്നർത്ഥം? ഒരു സിഗ്നലാണത്. അസുരൻ മരിച്ചെന്ന് വിചാരിച്ചോണം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, അത് മനസ്സിലാക്കിക്കോണം. ഗുഹയ്ക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതാണ് അതിനൊരു കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധി കൊടുത്തേക്കുന്നത്. അങ്ങനെ ചോര വരികിൽ അടച്ചുപോയി വാഴുക. ചോരയാണ് വരുന്നെങ്കിൽ ആര് മരിച്ചെന്നർത്ഥം? ബാലി. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഗുഹദ്വാരം അടച്ചിട്ട് ഒരു കല്ലുണ്ട്, അടുത്ത് വെച്ച് അടച്ചിട്ട് നീ പൊയ്ക്കോളൂ. ഇത്തം പറഞ്ഞതിൽ പൂക്കിത് ബാലിയും തത്ര വിലദ്വാരം നിന്നേൻ അടിയനും. അങ്ങനെ ഞാൻ അടിയനെന്ന് വെച്ചാൽ സുഗ്രീവൻ ഇവരോട് പറയാ, ഈ ലക്ഷ്മണോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ചോര വന്നതുകൊണ്ട് ഞാൻ ധരിച്ചു എൻ്റെ ജ്യേഷ്ഠൻ മരിച്ച് ദുഃഖവും പാർത്ത് ഞാൻ അതിനകത്ത് വാതിൽക്ക് ഒരു കല്ലും എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ പോരുന്നു. തത്ര വിലദ്വാരം നിന്നേൻ അടിയനും പോയത് കാലം 1 മാസം. എന്നിട്ടും ആഗതനായ കവീശ്വര. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു 1 മാസത്തോളം ഇവിടെ നിന്ന് നോക്കി പോയത് കാലം 1 മാസം. എന്നിട്ടും ആഗതനായതുമില്ല കവീശ്വരൻ. ബാലി വന്നത് ചോര അപ്പം 1 മാസം വരെ ആയിപ്പോയി. അപ്പോൾ വന്നത് ചോര വിലമുഖം തന്നെ. അപ്പോൾ ഈ ദ്വാരത്തിൽ നിന്ന്, വാതിൽക്കൽ നിന്ന് ചോര വന്ന് തന്നിൽ നിന്നും എന്നുള്ളിൽ നിന്ന് വന്നു പരിതാപം. ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി, പരിതാപം വന്നു. അപ്പോൾ ചോര വന്നപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചല്ലോ എന്ന് കരുതി എനിക്ക് വിഷമമായി. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്ന് ഉറച്ചു ഞാനും തഥാ. ഞാൻ അങ്ങനെ സന്തോഷമായിട്ട് ചിന്തിച്ചു, വിഷമിച്ച് മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ച് ജ്യേഷ്ഠനെ കൊന്നെന്ന് കരുതി ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ പുക്കിടനെ തിരിച്ച് കിഷ്കിന്ധയിലേക്ക് വന്നു. മർക്കട വീരനും ദുഃഖിച്ചിത് കാലം. അവിടെയുള്ള മറ്റു കുരങ്ങന്മാരെല്ലാം അതുകണ്ട് വിഷമിച്ചു, അയ്യോ ബാലി മരിച്ചു എന്നൊക്കെ ദുഃഖിച്ച കാലം. വാനരാധീശ്വരനായ അഭിഷേകവും ചെയ്തു. അപ്പോൾ അവിടെ രാജാവ് വേണമല്ലോ. അപ്പോൾ പിന്നെ ആരാ ഉള്ള? പിന്നെ അനുജനായ സുഗ്രീവനല്ലേ. അതുകൊണ്ട് എന്നെ കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ എനിക്ക് ചെയ്തിടാൻ എന്നെ അവിടെ രാജാവാക്കി. ചെന്നിതു കാലം കുറഞ്ഞു. പിന്നെയും കുറച്ചുകൂടെ നാൾ കഴിഞ്ഞപ്പോൾ വന്നിതു ബാലി മഹാബലവാൻ മഹാബലവാനായിട്ട് ബാലി കുറച്ച് നാളോടെ കഴിയുമ്പോൾ കാണാം തിരിച്ചു വന്നു. കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാനെന്ന് ഓർത്ത് കോപിച്ചു ബാലി. അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ്. കല്ലിട്ടടച്ചപ്പോൾ തോന്നി, ബാലിക്ക് തോന്നി ഇവൻ മനഃപൂർവ്വമായിട്ട് എന്നെ കൊല്ലാൻ തന്നെ ചെയ്തതാണെന്ന്. ഈ രാജ്യമൊക്കെ സുഗ്രീവനെ പിടിച്ചെടുക്കാമല്ലോ, ചില ദുഷ്ടന്മാർ അങ്ങനെ ചെയ്യുമല്ലോ. അതുകൊണ്ട് അതുകൊണ്ടാ വാതിൽ പാറയിട്ട് അടച്ചെന്ന് കരുതിയിട്ടാണ് വൈരാഗ്യം വന്നത്. അങ്ങനെ കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു. ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാൻ എങ്ങും നീളേ നടന്നുടനേടും ദശാന്തരം എല്ലായിടവും ഒളിച്ചൊളിച്ച് പോയി. ബാലി വരികയില്ല. അത്ര ശാപത്തിന് എവിടെ ഈ ഇവരിപ്പോൾ ഇരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ബാലി വരത്തില്ല. അതുകൊണ്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. എന്താ ഋഷമുഖാതിലെ വന്നിരുന്നിടനേൻ ആ ഭാഗത്ത് ബാലിയെ അവിടെ വന്നാൽ ബാലി തലപൊട്ടിത്തെറിച്ചു വരുന്ന ഒരു ശാപമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സ്ഥാനത്ത് മാത്രം ബാലി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സുഖമായി കഴിയുന്നത്. വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭു, അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ച് ഇവിടെ കഴിയുന്നത്. മൂഢനാൻ ബാലി പരിഗ്രഹിച്ചിടാൻ ഊഢരാഗം മമ വല്ലഭതേ. അത്രമാത്രം പ്രേമ വായ്പോടെ എൻ്റെ ഭാര്യയെ ബാലിയങ്ങ് എടുത്തു, പരിഗ്രഹിച്ചു. നാടും നഗരവും പത്നിയും എന്നോട് വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയില്ല, എനിക്ക് നാടും ഇല്ല, നഗരവും ഇല്ല, എനിക്ക് രാജ്യവും ഇല്ല, ഒന്നുമില്ല, ഭാര്യയും മക്കളൊന്നുമില്ലാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അയാൾ മൊത്തം അപഹരിച്ചു. തൊൽപാദ പങ്കേരുക സ്പർശ കാരണാൽ ഇപ്പോൾ അതീവ ഉണ്ടായത്. ഇപ്പം എനിക്ക് ഭഗവാന്റെ തൊൽപാദ പങ്കേരുക സ്പർശ, ഭഗവാന്റെ പാദത്തിലൂടെ തൊഴുത് നമസ്കരിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ എന്ത് വന്നു? ഇപ്പോൾ അതീവ സുഖം. എത്രമാത്രം ദുഃഖിച്ചോ അതിൻ്റെ ഇരട്ടിക്കിരട്ടി എനിക്ക് സുഖം വന്നു. മിത്രാത്മജോക്തികൾ കേട്ടവർ അനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാൻ രാഹുൽ. ഇത് കേട്ടപ്പോൾ മിത്രം, ഒരു സുഹൃത്തല്ലേ, മിത്രമായി വന്നിരിക്കുമ്പോൾ അവർ ഇത് ചെയ്തപ്പോൾ മിത്രമായി. അപ്പോൾ ആ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഈ ദുഃഖം കണ്ടപ്പോൾ
സുഗ്രീവൻ്റെ വിഷമം കണ്ടപ്പോൾ ഭഗവാൻ വിഷമമായി ചിത്തകാരുണ്യം കറന്നു ചൊന്നാൻ. അപ്പോൾ കാരുണ്യത്തോട് ഭഗവാൻ പറഞ്ഞു, തവ ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും വിത്തവും എല്ലാം അടക്കിത്തരുവൻ എല്ലാം ഞാൻ തിരിച്ചു മടക്കിത്തരാം. ശ്രീരാമൻ സമാധാനത്തിൽ പറഞ്ഞു കൊടുത്തു. സത്യമെതു രാമഭാഷിതം കേവലം, ഇത് സത്യമാകുന്നു. ഞാനിത് നിനക്കെല്ലാം ഞാൻ ഭാര്യയും രാജ്യവും എല്ലാം നിനക്ക് തിരിച്ചു മടക്കിത്തരാം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു, അതായത് മാനവേന്ദ്രനാരാ? മാനവേന്ദ്രോക്തി ഭഗവാൻ മാനവേന്ദ്രൻ മനുഷ്യനായിട്ട് പറഞ്ഞ ഇന്ദ്രൻ രാജാവല്യോ ശ്രീരാമൻ. ഇപ്പോൾ ഇവിടെ മാനവൻ. അപ്പോൾ ഇവരാണെങ്കിൽ കവികളാണല്ലോ, കുരങ്ങന്മാർ. അപ്പോൾ ഭഗവാന്റെ ലക്ഷ്മണൻ്റെയും ഭഗവാന്റെയും അത് ശ്രീരാമൻ്റെയും ഉക്തികൾ വാക്കുകൾ കേട്ട് തെളിഞ്ഞ് ഒരു ഭാനു തരൻ ഇങ്ങനെ ചൊല്ലി. ഭാനു ആരാ? സൂര്യൻ. സൂര്യൻ്റെ തരനാരാ? സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവൻ അങ്ങനെ പറയുന്നു, സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റവും പണിയുണ്ട് നിർണയം. അത്ര കടുപ്പമാണ് ബാലിയെ കൊല്ലാൻ, എളുപ്പമല്ല, പണിയുണ്ട്. അത്രമാത്രം ഭയാനകമാണ് ഈ ബാലി. ഇല്ല അവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ. ബാലിതൻ ബാഹു പരാക്രമം, ബാഹു കഴിവൊക്കെ അത്ര പരാക്രമമാണ്, ആരാലും അത്ര ബലവാനാണ്. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷ വേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ട് വേറൊരാൾ ഇങ്ങനെ യുദ്ധത്തിന് വിളിച്ചു. ആരാണ്? ദുന്ദുഭിയാകുന്ന മഹാ അസുരൻ. ആ അസുരൻ വന്ന് ഇതുപോലെ വിളിച്ച് ഇവന് കൂടെ ഇങ്ങനെ യുദ്ധം വേണം ഈ ബാലിക്ക്. അപ്പോൾ അവന് മറ്റവനെ ജയിച്ചല്ലോ. അപ്പോൾ ഈ അടുത്ത ആട്ട് വന്നതാണ് അതായത് ദുന്ദുഭി മഹാസുരൻ വന്ന് കിഷ്കിന്ധാപുര ദ്വാരി മാഹിഷ വേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്ത് അതിക്രുദ്ധന ബാലി പുറപ്പെട്ടു ചെന്നു. ശൃംഗം പിടിച്ച് പതിപ്പിച്ച്, ഈ മഹിഷം എന്ന് പറഞ്ഞത് പോത്തിനെ പോലെ എന്താണ്, മാഹിഷം എന്നാണ് ഇത് കിടക്കുന്നത്. മഹിഷം പോത്താണ്, എന്നാലും അത് ഒരു ദീർഘം കൊണ്ട് മാഹിഷ വേഷം എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് ശരിയാവാം. കൊമ്പെന്ന് പറയുന്നല്ലേ ഇതിനകത്ത്. അപ്പോൾ ശൃംഗം പിടിച്ച് പതിപ്പിച്ച് ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ആ പോത്തിൻ്റെ മഹിഷത്തിൻ്റെ കൊമ്പ്, 2 കൊമ്പ് കാണും. അത് എനിക്ക് തോന്നുന്നു പോത്തിൻ്റെയാ. അങ്ങനെ അത് വെച്ചാൽ അസുരനാണ്. അവൻ്റെ ദുന്ദുഭി എന്ന് പറയുന്നത് അതാണ്. രൂപം ഇങ്ങനെയാണ്. അങ്ങനെ ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പറിച്ചു ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞു. ഉത്തമാംഗം എടുത്ത് കഴുത്തൊക്കെ പിടിച്ചു പറിച്ച് മാറ്റി അങ്ങ് അങ്ങനെ എറിഞ്ഞപ്പോൾ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞത്. അത് തലയാണ്. തല ഉത്തമാംഗമാണ്. നമ്മുടെ എല്ലാം മുകളിലുള്ള ഭാഗമാണ് ഉത്തമാംഗം. അതിനെ ചുഴറ്റി എറിഞ്ഞത് രക്തവും വീണ് മാതങ്കാശ്രമസ്ഥലേ. അത് ഇവൻ്റെ ഈ ചുഴറ്റി എറിയുമ്പോൾ രക്തം നിന്ന് മാതങ്കാശ്രമത്തിൽ ചെന്ന് വീണ്. ദോഷമല്ലേ, അതാണ് അവന് ശാപം കിട്ടിയത്. മാതങ്കാശ്രമസ്ഥലേ ആശ്രമ ദോഷം വരുത്തിയ ബാലി ദൃശ്യമുഖാചരത്തിങ്കിൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മദ്വാക്യ ഗൗരവാൽ. അങ്ങനെയാണ് അവിടെ ചെല്ലാത്തത്. ഈർഷ്യമുഖാചരത്തിൽ അവിടെ മാതങ്കാശ്രമമുണ്ട്, അവിടെ ഈ രക്തം ചെന്ന് വീണുണ്ട്. അവിടെ ശാപം കൊടുത്തു, ഇവിടെ വന്നാൽ തല പൊട്ടിത്തെറിച്ച് പോകുമെന്ന്. അവിടെ പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോകും, അത് കാലപുരിക്ക് പോകും. മദ്വാക്യ ഗൗരവാൽ എന്ന് ശപിച്ച് അത് കേട്ട് കവീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുവില്ല, ഇവിടെ വരുന്നില്ല. ഞാനും അത് കൊണ്ട് ഇവിടെ വസിക്കുന്നു. സുഗ്രീവൻ അതുകൊണ്ടാണ് ഇവിടെ വസിക്കുന്നത്. മാനസേ ഭീതി കൂടാതെ നിരന്തരം എനിക്ക് വിഷമമില്ലാതെ ഞാൻ ഇവിടെ കഴിയുന്നു. ദുന്ദുഭി തൻ്റെ തല ഇത് കാണുക, ഒരു മന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ അവിടെ കിടപ്പുണ്ട് അവൻ്റെ തല. ഇന്നിതെടുത്തെറിഞ്ഞുള്ള ശക്തന് കൊന്നുകൂടും കപിവീരനെ നിർണയം. ഇന്ന് ആരാണ് അത് ആ തല എടുത്ത് പൊക്കി എറിയാൻ പറ്റുന്നെങ്കിൽ അത്രമാത്രം ഭയാനകമായ തലയാണ്. എടുത്തെറിഞ്ഞാൽ ആ എറിയുന്ന ആളിന് മാത്രമേ ഈ കവിയെ, അത് ഈ ബാലിയെ കൊല്ലാനൊക്കൂ. അതാണ് ഇവിടെ സുഗ്രീവൻ പറയുന്നത്. അവൻ്റെ തല കിടക്കുന്ന മന്ദരം പോലെ കിടക്കുന്ന, ഒരു പർവ്വതം പോലെ കിടക്കുന്ന, അതിനെ ആരെടുത്ത് എറിയാൻ ശക്തനുണ്ട്. ആ ശക്തന് മാത്രമേ ഈ ഭാര്യയെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്ന് കേട്ടു ചിരിച്ചു രഘുത്തമൻ. തന്നോട് തൃക്കാൽ പെരുവിരൽ കൊണ്ട് അത് തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൻ. അത് കേട്ടപ്പോൾ തന്നെ ഭഗവാൻ ശ്രീരാമൻ കാലിൻ്റെ തൃക്കാലാകുന്ന ഭഗവാന്റെ കാലിൻ്റെ പെരുവിരൽ തള്ളവിരൽ കൊണ്ട് എടുത്ത് തോണ്ട് എറിഞ്ഞു ചെന്ന് വീണു. ദശയോജന പര്യന്തം, ദശയോജന 10 യോജന ദൂരെ വരെ ചെന്ന് വീണു ആ തല. അത് കണ്ട് തെളിഞ്ഞു സുഗ്രീവൻ. സന്തോഷമായി, ഇപ്പോൾ എറിഞ്ഞപ്പോൾ ഭഗവാന് കൊല്ലാൻ പറ്റുമല്ലോ എന്ന് കരുതി. അപ്പോൾ എന്നത് കണ്ടപ്പോൾ സുഗ്രീവന് സന്തോഷമായി. തൻ്റെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്ന് പുകഴ്ന്നവർ അത് ഭഗവാനെ അങ്ങ് പുകഴ്ത്തി നന്നായി തൊഴുതു നേടിനാൻ. എല്ലാവരും ഭഗവാനെ പുകഴ്ത്തി തൊഴുതു നിന്ന്. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടാൻ പിന്നെ സുഗ്രീവൻ പറയുന്നു, മന്നവ സപ്തസാലങ്ങൾ ഇവയല്ലോ. ഇവിടെ 7 മരങ്ങൾ നിൽക്കുന്ന, വൃക്ഷം നിൽക്കുന്ന കണ്ടില്ലേ? ബാലിക്ക് മൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ 7 ഇവ എന്നറിഞ്ഞാലും ഈ വൃക്ഷങ്ങൾ 7 ബാലിക്ക് മൽപ്പിടുത്തത്തിനുള്ളതാണ്. അവിടെ നിന്ന് ഇതൊക്കെ ആണ് പയറ്റുന്നത്. അറിഞ്ഞാലും വൃത്രാരി പുത്രൻ പിടിച്ചിളക്കും നേരം, അതായത് ബാലി
ഈ വൃത്രാര്യ പുത്രൻ പിടിച്ച് ഇളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും. 7 വൃക്ഷങ്ങളുടെയും ഇലകളെല്ലാം അങ്ങ് പൊഴി. ആരാ? വൃത്രാരി. വൃത്രാരി എന്ന് വെച്ചാൽ എന്താ? ദേവേന്ദ്രൻ്റെ മകൻ വൃത്രാരി പുത്രൻ. അപ്പം ദേവേന്ദ്രൻ്റെ മകനായ പുത്രൻ ആരാ? ബാലി. അപ്പം മറ്റത് സൂര്യൻ്റെ പുത്രനാണ്. ഇത് ഇന്ദ്രൻ. അപ്പം ഈ ബാലി ഈ 7 മരങ്ങളും പിടിച്ചിങ്ങനെ കുലുക്കുമ്പോൾ ആ ഇലകൾ മൊത്തവും പത്രങ്ങളെല്ലാം ഇലകൾ മൊത്തവും കൊഴിഞ്ഞ് പോവും. 7ൻ്റെയും വട്ടത്തിൽ നിൽക്കും. ഇവറ്റ ഒരമ്പ് കൊണ്ട് ചെയ്ത് പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. ഈ 7 വൃക്ഷങ്ങളും ഒരമ്പ് കൊണ്ട് ഇത് എല്ലാത്തിൻ്റെയും മരങ്ങളുടെ ചൂടിങ്ങനെ പൊട്ടിപ്പിളരണം. അങ്ങനെ ആര് ചെയ്യുന്നു അങ്ങനെ ഉള്ളവർക്ക് ഈ ബാലിയെ അങ്ങനെയും വധിക്കാം. അതാണ് സൂര്യാത്മജോക്തികൾ. ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്നയോത്ഭൂതനാകിയ രാമനും സൂര്യാന്നയോത്ഭൂത മാർത്താണ്ഡകുലത്തിൽ ജനിച്ചത് സൂര്യകുലത്തിൽ അർക്കൻ. ആ കുലത്തിൽ ആരാ അവതരിച്ചത്? ശ്രീരാമൻ. അത് സൂര്യാന്നയോത്ഭൂതനാകിയ രാമൻ അർക്കൻ്റെ കുലത്തിൽ അവതരിച്ച ഭഗവാൻ ചാപം കുഴിയെ കുലച്ച് സായകം ഒരമ്പ് കൊണ്ട് ശോഭയോടെ തൊടുത്തെയ്തിടിനാൽ. അത് ഭഗവാൻ അത് കേട്ട ഉടനെ തന്നെ ഒരമ്പ് കൊണ്ട് ശോഭയോടെ തൊടുത്ത് എയ്ത് അരുളിടിനാൻ. അതിനെ ഒറ്റ അമ്പ് കൊണ്ട് എയ്തു. സാരങ്ങൾ 7 പിളർന്ന് പുറപ്പെട്ടു. 7 മരങ്ങൾ 7 വൃക്ഷങ്ങളും പിളർന്ന് പുറപ്പെട്ടു. ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും അവിടുത്തെ ശൈലവും ഭൂമിയൊക്കെ അതുകൊണ്ടങ്ങ് ഇളകി മറിഞ്ഞു. ഭേദിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിച്ചു വന്ന ആശു താൻ തൂണീരും അൻപോട് പുക്കോരനന്തരം. അങ്ങനെ 7 മരങ്ങളും പൊട്ടിപ്പിളർന്ന് ഭൂമിയും ശൈലം പർവ്വതമൊക്കെ ഭേദിച്ച് ബാണം ജ്വലിച്ച് തിരിച്ചിഞ്ഞ് വരുന്നു. അങ്ങനത്തെ ബാണമാണ്. അതൊക്കെ ഭഗവാൻ അറിയാം. അങ്ങനെ ചെയ്തു. വിസ്മിതനായൊരു ഭാനുതനയനും. എനിക്ക് കാഴ്ച കുറവുണ്ട് കേട്ടോ. ചിലപ്പോൾ ഭാനുകളുടെ ഭരതനെന്നൊക്കെ ആയിപ്പോന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അക്ഷരങ്ങളെല്ലാം അതുപോലെ ഞാൻ ഒരു ശ്രദ്ധിച്ചാൽ കണ്ണുപോയി. അതുകൊണ്ട് ഒരു ഊഹം പോലെ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ശ്രദ്ധിച്ചാൽ കണ്ണുപോയി വരും. അതൊക്കെ എല്ലാം വാദത്തിൻ്റെ കുഴപ്പം കൊണ്ട് ഇരിക്കും. എന്തായാലും ഞാൻ എന്നെ വഹവെക്കുന്നത് എൻ്റെ ശരീരത്തെ ഞാൻ നോക്കാറില്ല മക്കളെ. എനിക്ക് മക്കളെയാണ് സ്നേഹം. മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, ഭഗവാന്റെ മക്കൾക്ക് വേണ്ടി. അതുകൊണ്ട് എന്ത് വന്നു, ഇതൊക്കെ സന്തോഷം ഉണ്ടാകുന്നു. ഇതൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു. വയ്യായ്മ ഞാൻ അറിയത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അതേസമയം ഈ ലോകചിന്തയിലുള്ളതൊന്നും എനിക്ക് താല്പര്യമില്ല. അതൊന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പം വിസ്മൃതനായൊരു ഭാനുതനയനും, അത് അർക്കൻ്റെ തനയൻ സുഗ്രീവന് ഇത് കണ്ടപ്പോൾ 7 വൃക്ഷങ്ങളും ഒറ്റ അമ്പുകൊണ്ട് ചെയ്ത് പൊട്ടിപ്പിളന്ന് കിടക്കുന്നത്. അത്രം തിരിച്ച് വരെയും ചെയ്ത്. അങ്ങനെ വിസ്മിതനായ സന്തോഷത്തോടെ അത്ഭുതത്തോടെ സുഗ്രീവൻ സസ്മിതം കൂപ്പി തൊഴുത് ചൊല്ലിയിടാൻ. അത്രമാത്രം സന്തോഷത്തോടെ ഭഗവാനെ കൂപ്പി തൊഴിട്ട് സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. ഭഗവാൻ സാക്ഷാൽ ജഗന്നാഥൻ പരമാത്മാവെന്ന് നിർണയമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണുവാനും എനിക്ക് യോഗമെന്ന് നമ്മളിത് കേൾക്കാനും. സത്യത്തിൽ ഇത് ഞാൻ ഈ ജന്മം പോലും ഇതെനിക്ക് രാമായണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ്. ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ രാമായണം എന്നൊക്കെ. പക്ഷേ ഞാനത് കണ്ടിട്ടോ കേട്ടോ ഇല്ലാത്തൊരു അന്ന് ഒന്ന് കണ്ടിട്ടുണ്ടത് താഴെ വീട്ടിലുണ്ടായിരുന്നു, വായിച്ചിട്ടില്ല. പിന്നെ സ്വന്തമായിട്ടൊന്ന് വായിച്ചത് ഒരു അമ്പലത്തിൽ സ്വന്തമായിട്ട് പിടിച്ചു കുറച്ച് ഇങ്ങനെ വായിച്ചു. തെറ്റൊന്നുമില്ലായിരുന്നു, ഇതുപോലൊക്കെ അങ്ങ് വായിച്ചു. അല്ലാതെ പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പോഴെന്താ, നമുക്കിതിന് യോഗമുണ്ട്. ഇത് കേൾക്കുന്നവർക്കും ഇത് ചൊല്ലാൻ എനിക്കും എന്താ ഭഗവാന്റെ ഒരു കരുണാകടാക്ഷം അതേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് ഞാൻ സത്യത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് അറിയാതെ പോയനല്ലോ എന്ന്. അപ്പോൾ സാക്ഷാൽ ജഗന്നാഥന പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണുവാനും എനിക്ക് യോഗം വന്നു, എനിക്കിത് വായിക്കാനും യോഗം വന്നു, മക്കളത് കേൾക്കാനും യോഗം വന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. സത്യത്തിൽ നമ്മൾ ആനന്ദം, ഇത് സജ്ജന സംസർഗം കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന, ഭക്തി ഉണ്ടാകുന്നത്. അതിനാണ് ഇതിനകത്ത് എടുത്തെടുത്ത് പറയുന്നത് സജ്ജന സംഘം വേണമെന്ന്. അപ്പോൾ നമുക്കിതൊക്കെ കേൾക്കാൻ, അയ്യോ ഭഗവാനെ എനിക്കിത് കേൾക്കാൻ ഒത്തല്ലോ, എനിക്കിത് പറയാൻ ഒത്തല്ലോ എന്ന് നമുക്ക് ഒരു ആനന്ദ നിർവൃതി ഉണ്ടാകും. അങ്ങനെ ഇദ്ദേഹം എന്ത് പറയുക, എനിക്ക് കാണുവാൻ എനിക്ക് യോഗമെന്ന് ഞാൻ പണ്ടെന്നോ ചെയ്ത പുണ്യമാണ്. നമ്മളെല്ലാവരും അങ്ങനെ മക്കളെ. ഇത് കേൾക്കണമെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കാണുവാൻ എനിക്ക് യോഗം വന്നു. ജന്മമരണം നിവർത്തി വരുത്തുവാൻ, എനിക്കിനി ജനനവും മരണവും വേണ്ട, അത് നിവർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭഗവാന്റെ ഭഗവത്പദം. ആരാ എന്താ ഭജിക്കുന്നത്? മരണവും ജനനവും ഇല്ലാതിരിക്കാനാണ്. അത് സുഗ്രീവന് മനസ്സിലായി. ഭഗവാനെ ഭജിച്ചെങ്കിൽ മാത്രമേ, ഭക്തി വർദ്ധിച്ചെങ്കിൽ മാത്രം, നമ്മൾ ഭഗവാൻ ലയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുക്തിയും ഭഗവാൻ ചേരാനും പറ്റൂ. അല്ലാതെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും അത്
വേണ്ടെന്നല്ല, അതിൽ നന്മ പുണ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈശ്വരനെ ലയിക്കണം, ആനന്ദം അനുഭവിക്കണം. നമുക്ക് ആ ഭഗവാനോടുള്ള ചേർച്ച വന്നെങ്കിലേ അത് കിട്ടൂ. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ പറ്റൂ. അത് ഒരു ദാനമോ ധർമ്മമോ മറ്റ് പ്രവർത്തികളോ മറ്റൊരാളെ സഹായിച്ചുകൊണ്ടൊന്നും അത് കിട്ടില്ല. നന്മ ഉണ്ടാവും, അത് ഇതിന് വേണ്ടുന്നത് തന്നെയാണ്. പക്ഷേ ഈശ്വരൻ ലയിക്കാൻ അതിനൊരു വഴിയും കൂടെ. ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവാന് സന്തോഷം കിട്ടാൻ. അവൻ നല്ലവനാണ്, അവൻ സാത്വികനാണ്, നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതിൽ കൂടി നമുക്ക് ഭഗവാനിൽ ചേരണമെങ്കിൽ ഭഗവാനോട് ഭക്തിയും ഭജനയും വേണം. ഭഗവാനെ അത് ഇപ്പം ഈ സുഗ്രീവൻ പറഞ്ഞതുപോലെ ജന്മമരണ നിവർത്തി വരുത്തുവാൻ നിർമ്മൽമാർ എങ്ങനെയാ നിർമ്മലസിദ്ധ ഹൃദയശുദ്ധിയായി ഭജിക്കുന്നു. ഭഗവാന്റെ ഭവൽപദം എല്ലാവരും ഭജിക്കുന്നു. മോക്ഷതനായ ഭഗവാനെ ദഹിക്കയാൽ മോക്ഷം ഒഴിഞ്ഞ് അപേക്ഷിക്കുന്നില്ല ഞാൻ. എനിക്കിനി മോക്ഷപ്രദമായ ഭഗവാനാണ് എനിക്ക് കിട്ടി. എനിക്കിനി അതല്ലാതെ എനിക്ക് ഈ ലോകചിന്തയിൽ ഒന്നും തന്നെ വേണ്ട. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേതവമായ വിരചിത. ഇതൊന്നും കൊള്ളത്തില്ല. പുത്രനും വേണ്ട, ഭാര്യയും വേണ്ട, അർത്ഥവും വേണ്ട, രാജ്യവും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് മോക്ഷം മതി, ഭഗവാൻ ചേർന്നാൽ മതി. സുഗ്രീവൻ പറയുവാണ്, അതൊക്കെ വ്യർത്ഥമത്രേ തവ മായാ വിരചിത. ഇതെല്ലാം മായയാണ്, നശിക്കുന്നതാണ്. ഇത് എന്തിനാ ഇവിടെ കൊണ്ടുവെക്കാനാ? നമ്മൾ പോകുമ്പോൾ വല്ലതും കൊണ്ടുപോകും. പിന്നെ എന്തിനാ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്? നമുക്ക് വരാനുള്ള വന്നു ചേരും. നമ്മളെ ഈശ്വരനെ എങ്ങനെ ജീവിപ്പിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് നേരെ നേരെ വന്നു തരും, കൊണ്ടുതരും. നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കുകയേ വേണ്ട. ഞാൻ എങ്ങനെ കഴിയണമെന്ന് എൻ്റെ തമ്പുരാനാണ് വിചാരിക്കുന്നത്. അത് ആടെ നിവർത്തി വരും. നമ്മളിവിടുന്ന് അയ്യോ നാളെ എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് ഈ ലോകത്തുള്ള സർവ്വ പക്ഷി മൃഗങ്ങളൊന്നും അവർ ചിന്തിച്ചല്ലോ. നമ്മളെ കണക്ക് ആരും കൊണ്ടുവെക്കുന്നു. വയലിലെ പിന്നെ ഈ സസ്യങ്ങൾ അവരല്ല വെക്കുക, അവർ കിട്ടാനുള്ള അവിടെ ഒഴുകി വന്ന് ചേരും, വളവും വെള്ളവും എല്ലാം. അല്ല കാക്കകളെ നോക്കെടുവൻ അവരെല്ലാം ചെയ്യുന്നു. അവരെന്നും നിവൃത്തി നേടുന്നു ആഹാരം. അവരാരും കൊണ്ട് കരുതി വെക്കുന്നു. നമ്മളല്ലാതെ ഈ മനുഷ്യരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കാക്കകളെ നോക്കിയിടുവൻ വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല, വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. ഈ നമ്മൾ വളം ചെയ്യാനും ഒക്കാത്ത രീതിയിലാണ് ഈ സസ്യങ്ങളല്ലാത്തത് വളരുന്നത്. എന്താ ഭഗവാന്റെ കൃപ? അവർക്ക് ആരും വളം കൊടുക്കാനില്ല, ഈശ്വരൻ കൊടുക്കും. കാക്കളെ ഈ പറവകളെ നോക്കും, വാനിൽ ഇങ്ങനെ വരും. അവർ ആരെങ്കിലും വല്ലതും കൊടുക്കുന്നു? ഈശ്വരൻ എല്ലാം കൊടുക്കുന്നു. അതുപോലെ എല്ലാം അങ്ങനെ നമ്മൾ മനുഷ്യർ മാത്രമേ ഉള്ളൂ കരുതി കൊണ്ടുവെക്കുന്നത്. ആ കൊടുക്കാനാ വെള്ളത്തിൽ പോവാനോ? കണ്ടില്ലേ നശിക്കുന്നത്? അതുകൊണ്ട് സുഗ്രീവൻ പറയുന്നതൊക്കെ വ്യർത്ഥമത്രേ തവ മായാ വിരചിതല്ല. മായയാണ് എപ്പോഴും. ഈ ഇരിക്കുന്ന ഇപ്പം തന്നെ വേണമെങ്കിൽ പോകാം. മായ എങ്ങനെയാണ്? ഇപ്പം കാണുന്നവരെ അടുത്ത നിമിഷത്തിൽ കാണുന്നില്ല. ആകയാൽ മേ മഹാദേവദേവേശ, മറ്റാകാംക്ഷ ഇല്ലാത്ത ലോകേശ പ്രസീതമേ. ഭഗവാനെ എനിക്കൊരു ആഗ്രഹവും ഇല്ല, എനിക്ക് ഭഗവാൻ മാത്രം മതി. വ്യാപ്ത ആനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹ ആഹന്ത ഭാഗ്യഫലോദയാൽ. മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി. അതായത് നമ്മൾ എങ്ങനെയാ അല്പം മണ്ണെടുക്കാൻ നമ്മൾ കുഴിച്ചല്ലേ നമ്മൾ മണ്ണെടുക്കുന്നത്. മണ്ണെടുക്കാൻ അല്പം കുഴിക്കാതെ മണ്ണ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇദ്ദേഹം സുഗ്രീവൻ ഇതിന് വേണ്ടി ഒന്ന് കുഴിച്ചു. പക്ഷെ കിട്ടിയതെന്തോ നിധി, പരമാത്മാവായ ശ്രീരാമനെ തന്നെ കിട്ടി. മണ്ണിനായി ഭൂമി കുഴിച്ച നേരം ഭൂമി മണ്ണിനായിട്ട് അല്പം ഒന്ന് കുഴിച്ചപ്പോൾ കിട്ടിയത് എന്താണ്? നിധി. അതുകൊണ്ട് മണ്ണിനായി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ധർമ്മദാന വ്രത തീർത്ഥ തപ ക്രതുകർമ്മ പൂർത്തേ ഇഷ്ട്യാദികൾ കൊണ്ട് ഒരുത്തനും വന്നുകൂടാ ബഹു സംസാര നാശനം. ഈ ലോകമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് നമുക്ക് നാശം വരണം, നമുക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവത് ഭക്തിയാണ്. അല്ലാതെ ധർമ്മമോ ദാനമോ വ്രത തീർത്ഥ തപ ക്രതു, അതായത് ധർമ്മം, ദാനം, വ്രതം, തീർത്ഥാടനം. നമ്മളെല്ലാവരും എത്രയോ രൂപ ചിലവാക്കി അവിടെയൊക്കെ തീർത്ഥാടനത്തിന് പോകുകയില്ലേ? അങ്ങനെയൊക്കെ പോയിട്ട് എന്താ കാര്യം? തീർത്ഥാടനം, തപസ്, വീട്ടിൽ ഒരു മൂലയിലിരുന്ന് ഭഗവാനെ ഭജിച്ചു നോക്ക്, ആനന്ദം ഉണ്ടാകും. ആനന്ദത്തിന് വേണ്ടി അവിടെ വരെ പോകണ്ട, അത് നമുക്ക് അവിടെ കാഴ്ച കാണാൻ പോകാം, അത്ര തന്നെ. അവിടെ പോയി കാഴ്ച കാണുമ്പോൾ ഒന്ന് അല്പനേരം തൊഴുത് ഇറങ്ങി നടക്കാം, അത്രയേ ഉള്ളൂ. കുറെ കാശും ചിലവാക്കാം, എല്ലാം അവിടെ കണ്ടും. ഇതൊന്നും അല്ല ഒരു മൂലയിൽ ഭഗവാൻ നമ്മുടെ വീട്ടിലെ കാര്യം നോക്കി ഒന്ന് ഇരുന്നാൽ എന്താ തപസ്? വനത്തിൽ പോയിരിക്കണമെന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ആഗ്രഹം കൊണ്ട് നടക്കും. അപ്പോൾ എന്തുവരും? ആനന്ദ നിർവൃതി അടയാം, ഭഗവാൻ ചേരാം. ലോകം ചുറ്റി സഞ്ചരിച്ചാൽ അത് കിട്ടത്തില്ല. പക്ഷേ അതൊക്കെ കാണുന്നതും അതൊക്കെ അവിടെയൊക്കെ പോയി എല്ലാവർക്കും കണ്ടും കേട്ടും ആനന്ദമൊക്കെ കിട്ടുന്നത് നല്ലത് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് സമയം പോക്കുന്നതേ ഉള്ളൂ, സമയം പോക്കാം. ആനന്ദമൊക്കെ അങ്ങനെ പോയി ലൗകികമായ കുറേ കാര്യങ്ങൾ കണ്ട് ആനന്ദിക്കുക, അത്രയേ ഉള്ളൂ. ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ ഈശ്വരനെ പിടിക്കണം. അപ്പോഴെന്തുവന്ന് കർമ്മദാന വ്രത തീർത്ഥ, അതായത് ദാനം, വ്രതം, തീർത്ഥാടനം, തപസ്, ഹോമം, യാഗം തുടങ്ങിയവ. ധർമ്മദാന വ്രത തീർത്ഥ തപ ക്രതു കർമ്മ പൂർത്തേഷ്ട്യാദികൾ കൊണ്ട്, അത് ഇഷ്ടയാഗം കൊണ്ട് ഒരുത്തനും
വന്നുകൂടാ, വരത്തില്ല. ബഹു സംസാര നാശനം, ഈ ലോകത്തിൽ നിന്നെല്ലാം നമുക്ക് കരകയറണമെങ്കിൽ അതുകൊണ്ടൊന്നും നടക്കത്തില്ല. ഇതൊന്നും ചെയ്തിട്ട് അത് കിട്ടുകയില്ല. പിന്നെ എന്ത് വേണം? നിർണയം തൊൽപാദ ഭക്തി കൊണ്ട് എന്നിയേ, ഭഗവാന്റെ തൊൽപാദ ഭക്തി അല്ലാതെ ഒന്നുകൊണ്ടും എന്നിയേ, അതില്ലാതെ ഈശ്വരൻ ഇതൊക്കെ ചെയ്തിട്ട് നമ്മളിത് ഭജിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ഭജിക്കുന്നവർക്ക് പിന്നെ മറ്റൊന്നും പോകണം തോന്നത്തില്ല. അങ്ങനെ പോകണം തോന്നുന്നവർക്ക് ഇങ്ങനെ പോകുന്നതല്ല, അതൊരു തോന്നലാണ്, ആഗ്രഹമാണല്ലോ. ഒന്നും വേണ്ടാന്ന് നോക്കണ്ട. പക്ഷേ ആഗ്രഹം ഇല്ലാത്തവർക്ക് ഇതിന് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാൻ നിർണയം തൊൽപാദഭക്തി, ഭഗവാന്റെ പാദഭക്തി കൊണ്ട് എന്നിയേ, അല്ലാതെ തൊൽപാദ പത്മ അവലോകനം കേവലം, ഇപ്പോൾ അകപ്പെട്ടതും തൊൽകൃപാബലം. അതുകൊണ്ട് അങ്ങയുടെ പാദപങ്കജങ്ങൾ കാണുന്നതിന് ഇത് ഇപ്പോൾ അകപ്പെട്ടു. തൊൽകൃപാബലം, ഭഗവാന്റെ ബലത്തോടുകൂടെ കൃപ കൊണ്ട് എനിക്കത് സാധിച്ചു. സുഗ്രീവൻ പറഞ്ഞു. യാതൊരുത്തന്നെ ചിത്തം നിന്തിരുവടി പാദാമ്പുജത്തിൽ ഉറയ്ക്കുന്നു. ഭഗവാന്റെ നമ്മുടെ യാതൊരു മനസ്സ്, നമ്മുടെ ചിത്തം ഭഗവാങ്കിൽ പാദാമ്പുജത്തിൽ ഇളകാതെ ഉറയ്ക്കണം, പരമാത്മ ലയിക്കണം. അത് നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കണം. മനസ്സിനെ ഈ ലോകത്തിലേക്ക് ചിന്ത പോകുന്നുണ്ടല്ലോ, അവിടെ പോകണം തോന്നിക്കുന്നത് ആഗ്രഹമാണല്ലോ. അത് ആഗ്രഹം കൊണ്ട് വരുമ്പോൾ നാളെ മറ്റടുത്ത് പോകണം തോന്നും. ഇന്ന് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം പോയി കാണണം തോന്നും. നാളെ എനിക്കിനി ഇത് കൊള്ളാലോ, ഇനി നമുക്ക് അങ്ങ് എവിടെ പോകണം? കന്യാകുമാരി വരെ പോകാം. അത് കഴിയുമ്പോൾ ബോംബെയിലോ മറ്റെവിടെ ഇനി എനിക്ക് പ്ലെയിൻ കയറണം തോന്നും. ഇങ്ങനെ ഒന്ന് കിട്ടുമ്പോൾ 10 100 പോകുന്നത് പോലെ തന്നെയാണ് എല്ലാ ആഗ്രഹങ്ങളും. ഇന്ന് ഞാൻ നല്ല രുചികരമായ ആഹാരം വെച്ച് നാളെ ഇതിന് അപ്പുറത്തായ ഒരു ആഹാരം വെച്ച് കഴിക്കണം. ഇത് ആഗ്രഹങ്ങളുടെ പുറകെ പോയി ജീവിതം അവസാനിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നശിക്കുമോ? കൂടുന്നതല്ലാതെ. ആഗ്രഹങ്ങൾ കുറയത്തുമില്ല, നമുക്ക് കിട്ടാനുള്ള കിട്ടത്തുമില്ല. നമുക്ക് കിട്ടാനുള്ള എന്താണ്? ഭഗവാനിൽ ചേരണം, ഭഗവാനെ ഭജിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് പാദാംബുജത്തിൽ ഇളകാതെ ഉറയ്ക്കണം. ഈ ഇളകാതെ നമുക്ക് ഉറയ്ക്കണമെങ്കിൽ ഈ ലോക ചിന്ത നമ്മൾ വലിയണം, പുറന്നോട്ട്. അതായത് ഇന്ദ്രിയങ്ങളെ പുറന്നോട്ട് വലിക്കണം. ഇനി പോരെ, അങ്ങോട്ട് പോകണ്ട, ഇന്നടുത്ത് പോകണോ? വേണ്ട, ഇനി വാ, നമുക്ക് ഇതിനകത്തിരിക്കാം, നമുക്ക് ഈശ്വരൻ്റെ പാദത്തിൽ ചേർന്നിരിക്കാം. ഇനി വാ മനസ്സേ, ഇങ്ങോട്ട് ഇരിക്ക്, നമുക്ക് കൽപ്പന ഭഗവാനെ പ്രാർത്ഥിക്കാം. അല്ല, നമുക്ക് ഇന്നടത്ത് പോയി കണ്ടാലും വേണ്ട മനസ്സേ, ഇനി വാ, ഇവിടെ ഇരിക്ക്, നീ ഇവിടെ ഇരിക്ക്, നീ ഇവിടെ ഇരുന്നെങ്കിലേ എനിക്ക് വേണ്ടത് കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മൾ വേണ്ടുന്നത്. അതുകൊണ്ട് ക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിടും അജ്ഞാനം അനർത്ഥം. അപ്പോൾ എന്താ വരുന്നത്? ഉറയ്ക്കാതെ പാദാമ്പുജത്തിൽ ഇളകാതെ ഉറയ്ക്കുന്നു. ക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിടും അജ്ഞാനം അനർത്ഥം. നമ്മളൊരു ക്ഷണം ഭഗവാന്റെ അടുക്കൽ ഉറച്ചിരുന്നാൽ നമ്മുടെ അജ്ഞാനങ്ങൾ മാറും. സജ്ജന സംസർഗം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതെല്ലാം കേട്ടും കണ്ടും വീട്ടിൽ ചുമ്മാ ഇരിക്കൽ, ഇതൊക്കെ പഠിച്ചും സജ്ജന സംഗമങ്ങൾ ചെയ്തു വരുമ്പോൾ, അങ്ങനെ പുണ്യവാന്മാരെ ഭഗവത് ജ്ഞാനിടത്ത് നിന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ അടുത്ത് പോയി ആശ്രമങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇതുപോലെ കേൾക്കുക. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ഷണമെങ്കിലും ഞങ്ങൾ ഇരുന്നാൽ എന്തുവരും? തനിക്കൊക്കെ നീങ്ങിടും പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിടും അജ്ഞാനം അനർത്ഥം. ഈ അനർത്ഥങ്ങളൊക്കെ പോകും, അജ്ഞാനം മാറിപ്പോകും. ചിത്തം ഭവാങ്കൽ ഉറയ്ക്കായെങ്കിലും അതിഭക്തിയോടെ രാമരാമന് സദാ സാദരം. ചിത്തം ഭഗവാങ്കൽ ഉറയ്ക്കായെങ്കിലും ആദിഭക്തിയോടെ. നമ്മുടെ മനസ്സ് ഭഗവാൻ ഉറച്ചില്ല എന്ന് കണ്ടാൽ നമുക്ക് അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ ഭഗവാനെ, എൻ്റെ മനസ്സിവിടെ ഇരിക്കുന്നില്ലല്ലോ. അത് ഭഗവാങ്കൽ ഉറയ്ക്കായെങ്കിലും ആദിഭക്തിയോടെ. അപ്പോൾ ഇന്നലെ വരെയുള്ള ഭക്തിയിൽ ഒത്തിരി കൂടി പിടിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 10 ദിവസം എന്നാ അത് തന്നെ ഒരു വൈരാഗ്യം, എന്നാ ഞാനിനി ഭഗവാൻ ഉറച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഒത്തിരിയുള്ള ഭക്തി ഭഗവാനെ കെട്ടി അങ്ങ് പിടിക്കണം. ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ നമുക്കുള്ള പിന്നെ ഈ മനസ്സൊക്കെ ഇവിടെ ഇരുന്നുള്ള എങ്ങും പോകത്തില്ലൊക്കെ ഓർക്കുമ്പോഴേ നമുക്ക് എന്ത് തോന്നും? ഛർദ്ദിക്കാൻ തോന്നും. ഇത് കേൾക്കാൻ കൊള്ളത്തില്ല തോന്നും. അതുമല്ല ഇത് തിന്നണോ? വേണ്ട, അത് ഛർദ്ദിക്കാൻ തോന്നും. നമുക്ക് എന്ത് തോന്നും? ഭഗവാൻ മതിയെന്ന് തോന്നും. അതാ രുചി, ആനന്ദ നിർവൃതി. അതാണ് നമുക്കുള്ള രുചി. ഈ ഇന്ദ്രിയങ്ങൾ പോകണത്തെല്ലാം ഇനി വാ, അത് കാണണ്ട, ഇത് കേൾക്കണ്ട, ഇത് പറയണ്ട, അത് മറ്റുള്ളവരെ ഒന്നിനും ഇതൊന്നും കൊള്ളത്തില്ല. നമുക്ക് ഈശ്വരൻ്റെ ഭക്തിയാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രസാദം പോലെ രുചികരമായി വയറ് നിറയും. അതാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് ഒക്കെ നീങ്ങിടും അജ്ഞാനം അനർത്ഥം. അപ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാകും. ചിത്തം ഭവാങ്കൽ കുറയ്ക്കാകിലും അതിഭക്തിയോടെ അതിഭക്തിയോടെ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. രാമ രാമ, കൃഷ്ണ, ഗോവിന്ദ, ശ്രീരാമ എന്ന് നമ്മൾ എല്ലാ നാമവും പറയാം. ഒരു കോടി തിരുനാമമുള്ളത് ഒന്നുമില്ല പറയാമത്. കൃഷ്ണന്നോ ഗോവിന്ദന്നോ പരമേശ്വരനെന്നോ പാർവതിയെന്നോ എന്ത് പറയാനും പരമാത്മാവ് ഏകമാണെന്ന് ചിന്തിക്കണം. ആ പരമാത്മാവ് ഏകമായി തന്നെയാണ് ഈ ദേവി ദേവനും എല്ലാം. പറയുമ്പോൾ ഏത് നാമോ ഏത് പേരോ പറയൂ, പക്ഷെ നമുക്ക് മനസ്സിൽ ഇത് മതി. ചൊല്ലുന്നവന് ദുരിതങ്ങൾ
ഞാൻ താമസിച്ചു പോയില്ലേ. ചൊല്ലുന്നവന് ദുരിതങ്ങളും എല്ലാ ദുരിതവും വേരറ്റ് പോകും. നല്ലനായ ഏറ്റവും വിശുദ്ധനാ, ഇനിയിപ്പം അക്ഷരം തിരിയത്തില്ല. നല്ലനായ ഏറ്റവും വിശുദ്ധനാ നിർണയം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നല്ലതായി വിശുദ്ധനായി മാറും. മദ്യപനെങ്കിലും ബ്രഹ്മഘനെങ്കിലും ബ്രഹ്മഘാതകൻ, മനുഷ്യനെയൊക്കെ നല്ല ഭക്തന്മാരെ കൊല്ലുന്ന ഘാതകനാണല്ലോ. പിന്നെ മദ്യപിക്കുന്നവൻ, സദ്യ വിമുക്തനാ രാമജപത്തിൽ, ഇതൊക്കെ വിമുക്തനായിട്ട് നാമജപത്തിന് ഇഷ്ടമല്ലാത്തവർ, ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരു ആഗ്രഹമില്ല എനിക്ക്. അപ്പോൾ എനിക്ക് നല്ലനായ ഏറ്റവും വിശുദ്ധനായാൽ എന്തുകൊണ്ട് എനിക്ക് മദ്യപന ആണോ ബ്രഹ്മഖനായാലും സദ്യ വിമുക്തനാൻ രാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരു ആഗ്രഹം എനിക്കില്ലേ. അതൊന്നും തന്നെ മദ്യപിക്കണമെന്നോ അതായത് ഭാര്യ വേണമെന്നോ രാജ്യം വേണമെന്നോ ഒരു ആഗ്രഹവും എനിക്കില്ല. ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല. മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ, എനിക്ക് ഭക്തി ഒഴിഞ്ഞ് വേറൊന്നും തന്നെ എനിക്ക് വേണ്ട. തൊൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ട് മൽപാവം ഉൽപ്പാടയ, അതായത് എൻ്റെ പാപം നശിപ്പിച്ചാലും ഭഗവാനുള്ള ഭക്തി കൊണ്ട് ഈ പാദഭക്തി മാർഗോ ഉപദേശം, ഭഗവാന്റെ ഉപദേശങ്ങളെ കേട്ട് ഭഗവാൻ ഭക്തി കൊള്ളുമ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം നശിപ്പിച്ചാലും ത്രിലോകീപതേ എന്നിവിടെ സുഗ്രീവൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം തീർത്ത് നമ്മൾ വിശുദ്ധനാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രു മധ്യസ്ഥ ഇത്രാദി ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നത് ഭൂപതേ. പറയാൻ എനിക്ക് സമയമില്ല. തൊൽപാദ പത്മാ അവലോകനം കൊണ്ട് എനിക്ക് ഉൽപ്പന്നമായത് കേവല ജ്ഞാനമൊക്കെ വന്നു. പുത്രധാരാതി സംബന്ധമില്ലാത്ത തവ ശക്തതയെ മായാ പ്രഭാവം ജഗൽപതേ. തൊൽപാദ പങ്കജത്തിൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പിൽ എനിക്ക് രമാപതേ. എൻ്റെ മനസ്സെപ്പോഴും ഭഗവാൻ ഉറയ്ക്കണമേ. നാമ സങ്കീർത്തന പ്രിയമാകണം, എനിക്ക് ഭഗവാന്റെ നാമത്തിന് പ്രിയമുണ്ടാകണം. എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം, എനിക്ക് ആലപിക്കണം. അർച്ചനം ചെയ്യായി വരിക കരങ്ങൾ എനിക്ക് അർച്ചനം ചെയ്യാകണം. നിന്നുടെ ചാരുരൂപങ്ങൾ കാണാൻ വരികണം. അപ്പോൾ ഭഗവാനെ എനിക്കെപ്പോഴും കാണണം. എന്ത് രൂപമായാലും ഏത് രൂപമായാലും എനിക്ക് കണ്ടാൽ മതി. എന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം, എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും അത് ഭഗവാനായിരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്റെ ചരിതം, ഭഗവാന്റെ ചരിതം, ഭഗവാന്റെ കഥകൾ. ധരാപതേ രാജാവേ ശ്രീരാമ, മച്ചരണദ്വയം, പാദത്തിൻ്റെ രണ്ട് പാദങ്ങളും സഞ്ചരിച്ചിടണം. അച്യുത ക്ഷേത്രങ്ങൾ അമ്പലങ്ങൾ തോറിലെല്ലാം എനിക്ക് നടന്ന് ഭഗവാനെ കാണണം, അമ്പലങ്ങളിലെല്ലാം പോകണം. രഘുപതേ തൊൽപാദ വാംസ തീർത്ഥങ്ങൾ ഭഗവാന്റെ പാദത്തിൻ്റെ പൊടികൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് കേൾപ്പതേ. അപ്പോൾ ഭഗവാൻ നടക്കുന്ന ആ പാംസു തീർത്ഥങ്ങൾ അത് വാരി തീർത്ഥം ചെയ്യണം. ഭഗവാന്റെ പാദം ചുവന്ന പൊടികൾ ഭക്തിയാ നമസ്കരിക്കായി വരയണം. മുഹുരുത്തമാംഗം കൊണ്ട് നിത്യം ഭവൽപദം, എപ്പോഴും ഉത്തമാംഗം കൊണ്ട് ശിരസ്സുകൊണ്ട് നമിക്കണം ഭഗവാനെ. ഭക്തിയാ നമസ്കരിക്കാൻ വരണം. നമ്മൾ എന്നുവെച്ചാൽ തല കൊണ്ട് കുരിച്ച് ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് നമസ്കരിക്കണം. ഇത്തം പുകഴുന്ന സുഗ്രീവനെ രാഘവൻ ഭഗവാനെ കീർത്തിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ചിത്തം കുളിർത്ത് പിടിച്ചു പുലുകീടിനാൻ. ഭഗവാന്റെ ചിത്തം കുളിർത്ത്, സന്തോഷം കൊണ്ട് കുളിർത്ത് സുഗ്രീവനെ പിടിച്ചങ്ങ് പുലുകീടിനാൻ. അംഗസംഘം കൊണ്ട് കൽമഷം വേരറ്റ, ഇത്ര മൃമന് അദ്ദേഹത്തിന്റെ കൽമഷം പാപമല്ല അങ്ങ് വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായ തത്ര മോഹിപ്പിച്ച് അന്നേരം. കാര്യസദ്ധി കരുണാജലനിധി. ഇനി ബാലി സുഗ്രീവ യുദ്ധമാണ്. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതടോ സഖേ. ബാലിയെ ചെന്ന് വിളിക്കുക, യുദ്ധത്തിന് കാലം കളരുതേതും ഇനിയടോ. സമയം കളയേണ്ട, പെട്ടെന്ന് യുദ്ധം ചെയ്യാം, ബാലിയെ കൊല്ലാം. ബാലിയെ കൊന്ന് രാജ്യം അഭിഷേകം ചെയ്ത് പാലനം ചെയ്ത് കൊള്ളവൻ നിന്നെ നിർണയം, കൊന്നിട്ട് നിന്നെ രാജ്യം പാലിക്കാനാക്കാം. അർക്കാത്മജൻ അത് കേട്ടു നടന്നത് സുഗ്രീവൻ. കിഷ്കിന്ധയാൻ പുരി നോക്കി നിരാകുല ബാലിയെ വിളിക്കാൻ പോവുകയാണ് സുഗ്രീവൻ. അർക്ക കുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണ വീരനും മന്ത്രികൾ 4 പേരും, അത് ഹനുമാൻ ഉൾപ്പെടെ 4 മന്ത്രിമാരും ശ്രീരാമനും ലക്ഷ്മണനും മിത്രൻ ചെന്ന് കിഷ്കിന്ധാപുര ദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടാൻ ബാലിയെ ഇങ്ങനെ വിളിച്ചു. പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിട്ട് അവര് പൃഥ്വിരുഹം എന്ന് വെച്ചാൽ വൃക്ഷത്തിനവിടെ മറഞ്ഞു നിന്ന് ഈ ഭഗവാനൊക്കെ. അപ്പം മറന്നു നിന്നിട്ട് സുഗ്രീവൻ ചെന്ന് അയാളെ വിളിക്കുവാണ്. മിത്രഭാവേന രാമാദികൾ, അപ്പം മിത്രഭാവേന ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് വന്നതല്ല, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെന്ന രീതിയിൽ അവിടെ മറഞ്ഞു നിന്നു. അപ്പോൾ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടനും മിത്രഭാവേന രാമാദികൾ ഏവരും അവരെല്ലാവരും ഇങ്ങനെ മറഞ്ഞു നിന്നു. ക്രുദ്ധനാൻ ബാലി അലറി വന്നിടനും, അപ്പം വിളിച്ചപ്പോൾ അലറിക്കൊണ്ട് വന്ന് മിത്ര തനയനും വക്ഷസി കുത്തിനാൻ. അങ്ങനെ വന്നപ്പോൾ മിത്രൻ എന്ത് ചെയ്ത് സുഗ്രീവൻ ഒരു കുത്തി വക്ഷസിയിൽ. വൃത്രാനി പുത്രനും മിത്ര തനയനെ
10-100 ആശു വലിച്ചു കുത്തിയിടാൻ ഒത്തിരി അങ്ങ് കുത്തി. ബദ്ധരോഷണ പരസ്പരം തമ്മിലായ യുദ്ധം അതീവ ഭയങ്കരമായതു. രക്ത അണിഞ്ഞ് ഏകരൂപധരന്മാരെ, അതായത് രണ്ടുപേരും ഒരേ രൂപികളായി മാറി. എല്ലാവരിലും രക്തം ചൊല്ലുമ്പോൾ ആരാരെന്ന് അറിയാൻ വയ്യ. ഇത് പിന്നെ സുഗ്രീവൻ ആരാ, ബാലി ആരാന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ ശ്രീരാമനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ വയ്യ. അതായത് രണ്ടുപേരെ കുത്തി കുത്തി മുറിച്ചപ്പോൾ രണ്ടുപേർക്ക് ഒരുപോലെ അങ്ങ് രക്തം പുരണ്ടപ്പം പിന്നെ തിരിച്ചറിയാൻ വയ്യതായിപ്പോയി. അതുകൊണ്ട് രക്തം അണിഞ്ഞ് ഏകരൂപധരന്മാർ, ഒരേ രൂപമായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം അത്രമാത്രം ശക്തിയായിട്ട് യുദ്ധം ചെയ്ത മിത്രാത്മൻ വൃത്രാരിപുത്രൻ യുദ്ധം തിരിച്ചറിയാമല്ലോ, ഒരുത്തർക്കും പറ്റുന്നില്ല. മിത്രനാരാണ്, വൃത്രാരി ആരാണ്, വൃത്രാരിപുത്രനാരാ, മിത്രാത്മനാരാ, സുഗ്രീവനും ബാലി ആരെന്ന് അറിയാൻ വയ്യ. മിത്ര വിനാശന ശങ്കയ രാഘവൻ അസ്ത്രപ്രയോഗം ചെയ്തില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഭഗവാൻ എന്തിനാ ചെന്നത്, ബാലിയെ നിഗ്രഹിക്കാം എന്ന് കരുതി, അല്ല സുഗ്രീവൻ കൊണ്ട് ഒക്കത്തില്ല. അങ്ങനെ മിത്ര വിനാശന ശങ്കയ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ല അതുനേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദ്ദിച്ച് ഭീതനായി ഓടിനാൻ. അപ്പോൾ വൃത്രയുടെ ഒരു മുഷ്ടിപ്രയോഗം കൊണ്ട് ഈ സുഗ്രീവൻ ഇടിച്ചപ്പോൾ രക്തമൊക്കെ ഛർദ്ദിച്ച് ഭയന്ന് ഓടി വന്നു. പക്ഷെ സുഗ്രീവൻ വെച്ച് മനഃപൂർവ്വം ശ്രീരാമൊന്നും ചെയ്താഞ്ഞതായിരിക്കും, അങ്ങനെ വിഷമിച്ചാ വന്നേക്കുന്നത്. അങ്ങനെ ഛർദ്ദിച്ച് ഭീതനായി ഓടിനാൻ മിത്രതനയനും ശത്രു ആർത്തനായി. മിത്രതന എന്ത് ആർത്തതനയന അല്ല, മിത്രനെ ഛർദ്ദിച്ച് വന്നു. അപ്പോൾ ശത്രു ആർത്തനായി ആര് വന്നു, വൃത്രാരിപുത്രാനും ആലയം ബുക്ക്. അവരിങ്ങനെ ആർത്തി കൊടുത്തിരിക്കുക. ഒരു ഇടി കൊടുത്തപ്പോൾ ഇയാൾ ഓടിയപ്പം ഈ ബാലി ആർത്തി കൊണ്ട് ഇനി ഇടിച്ച് കൊള്ളുന്ന രീതിയിൽ അവൻ്റെ ഇയാളെങ്കിൽ ഓടി വന്നപ്പോൾ അയാളെ വീട്ടിലോട്ടും പോയി. മിത്രസ്ഥനായി വന്ന് മിത്രതനയും ഭയന്നിട്ട് സുഗ്രീവനിങ്ങി വന്ന് പൃഥ്വി രുഹാന്തികയെ നിന്ന് അരുളിയിടുന്ന മിത്രാന്നയോത്ഭൂതനാകിയ രാമനോട് എത്രയോ ആർത്തിയ പരുഷങ്ങൾ ചൊല്ലാൻ, എന്നാലും ഇങ്ങനെ പറ്റിച്ചല്ലോ എന്ന്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുകയോ തവ ചിത്രത്തിൽ ഓർത്ത് അറിഞ്ഞില്ല ഞാൻ. അയ്യോ, എൻ്റെ ഇങ്ങനെ പറ്റിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പം ബാലിയെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ വന്നതായിരുന്നു. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാൽ ഞാൻ കൊല്ലേണ്ടതാണെങ്കിൽ അങ്ങ് വധിച്ചേരാ. എന്തിനാ അവനോട് പറയുന്നത്, ബാല്യ രാമൻ തന്നെ എന്നെ കൊല്ലൂ, അസ്ത്രയുടെ നിൻ്റെ താൻ തന്നെ നിൻ്റെ അസ്ത്രം കൊണ്ട് എന്നെയും കൊന്നേരെ, എന്തിനാ ബാലിയെ കൊണ്ട് കൊല്ലിക്കുന്നത്. സത്യം പ്രമാണം എന്ന് ഓർത്ത് ഏനതും അത് അവിടെ സഖ്യം ചെയ്തല്ലോ ഇങ്ങനെ ചെയ്യാമോ, അതുകൊണ്ട് ഞാനത് പ്രമാണമായി കരുതി. കാരണം പ്രമാണം ഒരു ഉറപ്പാണ്. അതുകൊണ്ട് സത്യം ഞാൻ പ്രമാണമെന്ന് ഓർത്ത് ചെയ്യുന്നതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധി, അത് പിഴച്ചു പോയല്ലോ, ഞാൻ പ്രമാണമെന്ന് കരുതിയല്ലോ ശ്രീരാമൻ്റെ വാക്കുകൾ. സത്യസന്ധൻ ഭവാനെന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ, ശരണാഗത മനസ്സില ഞാൻ ഓർത്തത് വെറുതെ ആയിപ്പോയല്ലോ സത്യസന്ധനാണെന്ന്. മിത്രാത്മയോക്തി ഈ കളിത്തരമാകൂല. ഇങ്ങനെ ഇദ്ദേഹത്തിന് സുഗ്രീവൻ്റെ സംഭാഷണം ഇത്തരമാകുന്നപ്പോൾ ശ്രുത്വ രഘുത്വം ഉത്തരം ചൊല്ലിനാൻ. എന്താ ഭഗവാൻ പറയുന്നത്, വ്യക്ത അശ്രുനേത്ര ആലിംഗനം ചെയ്തു. ഭഗവാൻ കരഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്ത് ചിത്തയെ ഭയപ്പെടാകിയത് മമ സഖേ അത്യന്ത രോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭഗവാന്മാർ അത്രമാത്രം യുദ്ധത്തിൽ എന്താ സംഭവിച്ചു, ഭഗവാന്മാരെ തിരിച്ചറിഞ്ഞില്ല. മിത്രഘാതിത്വം ആശങ്ക ഞാൻ അന്നിര. മിത്രനെ എങ്ങനെ ഇത് ചെയ്യും അത് ഞാൻ ശങ്കിച്ചു നിന്നു. ആരെ ഒന്നും തിരിച്ചറിയാൻ വയ്യാതാകുമ്പോൾ ഒന്നും പറ്റത്തില്ല. ചെയ്യുമ്പം ചിലപ്പോൾ സുഗ്രീവനായിരിക്കും ഇത് കൊള്ളുന്നത്. അപ്പോൾ ആര് മരിക്കും, ഭാര്യ ജീവിച്ചിരിക്കും, സുഗ്രീവൻ മരിച്ചു പോകും. അതുകൊണ്ട് മിത്രഘാതിത്വം ആശങ്ക ഞാൻ അന്നേരം മുക്തവാനായി അതിൽ അസ്ത്രം ധരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്പയക്കാൻ സാധിച്ചില്ല. ചിത്തവിഭ്രമം വരായ്വാൻ ഒരു അടയാളം ഇനി മിത്രാത്മജ നിനക്കുണ്ടാക്കോ അനിനി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത യുദ്ധം ഉടനെയുണ്ട്. ഇനി തിരിച്ചറിയാൻ ഒരു അടയാളം കൊടുക്കണം, അപ്പം മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ശത്രുവായുള്ളൊരു ബാലിയെ ശത്രു യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശനപുത്രനും അഗ്രജൻ മൃത്യുവശകതനെന്ന് ഉറച്ചിടും. നീ ഉറയ്ക്കൂ, അവൻ തന്നെ മരിക്കും, ബാലി മരിക്കും, നീ ഉറയ്ക്കൂ. സത്യം ഇത് അഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ. രാമഭാഷിതം, രാമൻ്റെ വാക്കുകൾ മിഥ്യയായി വരത്തില്ല, സംഭവിച്ചിരിക്കും. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിയത് ഞാൻ. അതായത് സുമിത്രാത്മനായ ലക്ഷ്മണനോട് പറഞ്ഞു, മിത്രാത്മജ ഗളെ, അതായത് സുഗ്രീവന്റെ കഴുത്തിൽ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വ വിരവോട് അയക്കുക. ഒരു മാല്യം ഇട്ട് അവനെ അയക്കൂ യുദ്ധത്തിനായി. സുഗ്രീവന്റെ കഴുത്തിലൊരു പുഷ്പമാല ഇട്ടിട്ട് നീ അവനെ യുദ്ധത്തിന് അയക്കൂ. ശത്രുഘ്ന പൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മനെ മോദാൽ അയച്ചിടിനാൻ. അങ്ങനെ ശത്രുഘ്ന പൂർവജൻ, അതായത് ശത്രുഘ്ന ജ്യേഷ്ഠനാണ് ലക്ഷ്മണൻ. അത് ശത്രുഘ്ന ജ്യേഷ്ഠനാണല്ലോ. ഈ സുമിത്രയുടെ മക്കളാണല്ലോ. ശത്രുഘ്ന അഗ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, പൂർവജൻ എന്ന് പറഞ്ഞാൽ എല്ലാം ജ്യേഷ്ഠൻ എന്നർത്ഥം. അതുകൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴുത്തെ ബന്ധിച്ചിട്ട്
പറഞ്ഞു വിട്ടു. മിത്രാത്മനെ മോദാൽ സന്തോഷത്തോടെ അയച്ചു യുദ്ധത്തിന്. നമുക്ക് അതിൻ്റെ ബാക്കി ഇനി ഭാര്യയെ വധിക്കുന്നതാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്നാകുമ്പോൾ എനിക്കൊന്നും തിരിയത്തില്ല. എല്ലാവരും ഇത് വായിക്കണേ മക്കളെ. മറ്റത് വായിച്ചു എനിക്കിന്ന് ഇതില്ല, എന്ത് പറയാ, ഞാൻ ഇട്ടത് എന്തായാലും ഇട്ടു, പക്ഷേ ഒന്നും ആക്കാൻ നെറ്റില്ല. എൻ്റെ മകൻ്റെ ഇവിടെ നെറ്റ് ഇങ്ങോട്ട് വരുന്നത്, പക്ഷേ അവിടെ എന്തോ തകരാറ്, അതിന് എൻ്റെ ഫോണിൻ്റെ കുഴപ്പം. ഇത് എടുക്കാൻ പറ്റും, പക്ഷേ ഇടണമെങ്കിൽ അതിന് നെറ്റ് വന്നേ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. എന്നാലും ഞാൻ ഇടും എവിടെയെങ്കിലും പോയി. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം സുഖമായിരിക്കുക. ഓം ലോകാസമസ്ത സുഖരോ ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ. ഹരി ഓം ഹരി ഓം ഹരി ഓം.